الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم أكثروا من ذكر هاذم اللذات. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم. ബഹുമാന്യനായ മമ്മൂട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകളെ, ബഹുമാനപ്പെട്ട മട്ടന്നൂർ മുദരിസ് റഫീഖ് ഫൈലി അവർകളെ, ബഹുമാന്യനായ അബ്ദുള്ള ഫൈലി അവർകളെ, മട്ടന്നൂർ മഹല്ല് ജമാഅത്തിൻ്റെ ഉപാധ്യക്ഷൻ, എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ബഹുമാനപ്പെട്ട കെ അബ്ദുൽ അസീസ് ഹാജി അവർകളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് എന്നതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക മനുഷ്യന്റെ ചിത്രം ഇതുപോലെയുള്ള ഒരു സദസ്സിൽ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആധുനിക ലോകത്തിന്റെ കഥ, ആധുനിക മനുഷ്യന്റെ കഥ, പ്രത്യേകിച്ച് മാതാപിതാക്കളും കുട്ടികളും ചെറുപ്പക്കാരും സ്ത്രീകളും എല്ലാമുള്ള ഒരു സദസ്സിൽ സ്മരിക്കാൻ പോലും പറ്റാത്ത വിധം മലീമസമാണ് എന്ന് നിങ്ങൾക്കറിയാം. ചില ദിവസങ്ങളിലൊക്കെ വരുന്ന ദിനപത്രങ്ങൾ, ആ ദിനപത്രങ്ങൾ കുടുംബനാഥനായ പിതാവ് അല്ലെങ്കിൽ കുടുംബിനിയായ ഉമ്മ മക്കളെ കാണാതെ മാറ്റിവെച്ചു. കാരണം അത്തരം വാർത്തകൾ നമ്മുടെ മക്കൾ കേൾക്കാതിരിക്കട്ടെ, അവർ വായിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു, പ്രാർത്ഥിച്ചു. അത്രയും ദയനീയമാണ് ആധുനിക ലോകത്തിന്റെ സ്ഥിതി എന്ന് ഒറ്റവാക്കിൽ ഞാൻ പറയാം. അതൊരിക്കലും വിശദീകരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. എന്നെക്കാൾ നിങ്ങൾക്ക് ആ കാര്യം അറിയാം. ആധുനിക ലോകത്തിന്റെ അവസ്ഥ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ്. പുറമെ നല്ല ദീനുള്ള ആളുകളായി നമ്മൾ അറിയപ്പെടുന്ന ചിലരൊക്കെ യഥാർത്ഥത്തിൽ അവർ ദീനില്ലാത്തവരാണ്. വലിയ വലിയ ആളുകളായി നമ്മൾ മനസ്സിലാക്കിയ ആളുകൾ ഒട്ടപൂജ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത എത്രയോ ആളുകൾ വലിയ വലിയ മഹാന്മാരാണ്. അതൊക്കെ നമുക്കറിയുന്ന സത്യമാണ്. ഈ ആധുനികതയുടെ മിന്നിത്തിളങ്ങുന്ന ഈ സൗന്ദര്യത്തിൽ ലയിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ പാഴായി പോയിട്ടുണ്ട്. ആധുനികത മൊത്തം മനുഷ്യനെ
ആർത്തിയുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയും സമ്പത്ത് നേടണം, ഈ ലോകത്തെ ജീവിതം സുഖമാക്കണം എന്നല്ലാതെ പരലോകത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുമില്ലാത്തവരാണ്. കേവല ഭൗതികശാസ്ത്രം അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് ഇനി നമ്മൾ കാണുന്നത്. ഭൗതികശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന് മരണം വരെ മാത്രമുള്ള കാഴ്ചപ്പാടേ ഉള്ളൂ. മരണത്തിന്റെ ശേഷമുള്ള അനന്തവിശാലമായ ലോകത്തെപ്പറ്റി ഭൗതിക ശാസ്ത്രത്തിന്റെ മുമ്പിൽ ഒരറിവുമില്ല. അതുകൊണ്ട് തന്നെ ആത്മീയതയെ സംബന്ധിച്ചോ അഭൗതിക ലോകത്തെ സംബന്ധിച്ചോ പരലോകത്തെ പറ്റിയോ ശാസ്ത്രം ഇടപെടാറില്ല. കാരണം അതിനവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവർ ഈ ലോകത്ത് എങ്ങനെ വെള്ളമുണ്ടാകുന്നു, എങ്ങനെ മഴ വർഷിക്കുന്നു, അതുപോലെ ഒരു സാധനം മേലോട്ടെറിഞ്ഞാൽ എങ്ങനെ താഴോട്ട് വീഴുന്നു, എങ്ങനെ തീ ഉണ്ടാകുന്നു, എന്നിങ്ങനെയുള്ള ഇലകൾക്ക് എന്തുകൊണ്ട് പച്ച നിറമുണ്ടാകുന്നു തുടങ്ങിയിട്ടുള്ള ഈ ദുനിയാവിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ഈ ദുനിയാവിൽ അറിയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി അറിയാത്ത പുതിയൊരു സംഗതി കണ്ടെത്തുക, ഇതാണ് ശാസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവുള്ള പലതും സംഗമിക്കുന്നു, അറിവുള്ളത് പലതും ഒരുമിച്ച് കൂട്ടുന്നു, എന്നിട്ട് ഈ അറിവുള്ളതിന്റെ പേരിൽ അറിവില്ലാത്തത് കണ്ടെത്തുക. ഇതിന് മരണം വരെയുള്ള കാഴ്ചപ്പാട് മാത്രം. മരണത്തിന്റെ ശേഷമുള്ള അവസ്ഥയെപ്പറ്റി ശാസ്ത്രത്തോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. പരലോകത്തെപ്പറ്റി ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് തന്നെ മരണത്തോടുകൂടെയാണ്. മരണത്തോടുകൂടെ എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നവർ അത് മുസ്ലിം അല്ല. മരണത്തോടുകൂടെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ തുടക്കം അവിടെ വെച്ചാണ്. ഈ ദുനിയാവിലുള്ള ജീവിതം ഒരു സ്വപ്നം പോലെയാണ് യഥാർത്ഥത്തിൽ. ഒരു പരീക്ഷണ ലോകമാണ്. യഥാർത്ഥത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്, യഥാർത്ഥ ബോധമുണ്ടാകുന്നത് മരണത്തിന്റെ സമയത്താണ്. മരണത്തിന്റെ സമയത്ത് കണ്ണടക്കും എന്നല്ല, ശരിക്ക് കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട്, ഇനി എന്റെ അവസ്ഥ എന്താണ് എന്ന് കാര്യഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുന്ന ഘട്ടം അതാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, ജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. ആയത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മരണം വന്നു, ജാഅത് സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന വന്നു കഴിഞ്ഞു, മരണത്തിന്റെ അസഹ്യമായ വേദന വന്നു കഴിഞ്ഞു. ജാഅത് സക്രത്തുൽ മൗത്ത് ദാലിക മാ കുന്ത മിൻഹു തഹീദ്, അത് നീ ഭയപ്പെടുന്ന ദിവസമായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ വെറുക്കുന്ന ഭയപ്പെടുന്ന ദിവസമാണ് മരണത്തിന്റെ ദിവസം. നിങ്ങളൊന്നോർത്ത് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും മരിച്ചു കിടക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കുന്നു. പേടിയാണ് നമുക്ക്. താടി കെട്ടി, മൂക്കിൽ പഞ്ഞിവെച്ച്, കാലിന്റെ വിരലുകൾ പരസ്പരം കൂട്ടിക്കെട്ടി, ആ ദയനീയമായ കടത്തം. എത്ര വലിയ സമ്പന്നനാണെങ്കിലും സുന്ദരനാണെങ്കിലും എത്ര വലിയ പോക്കിരിയാണെങ്കിലും ആ കടത്തം കണ്ടാൽ തന്നെ വളരെ ദയനീയമായ കടത്തമാണ്. നമ്മളൊക്കെ വളരെയേറെ ഭയപ്പെടുന്ന ഒരു ദിവസമാണത്. ആ ദിവസം നമുക്ക് വന്നെത്തും എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വനുഫിഖ ഫിസ്സൂർ വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ് ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നീ അബോധാവസ്ഥയിലായിരുന്നു. യഥാർത്ഥ ബോധത്തിലേക്ക് മരണം, മരണത്തിന്റെ ശേഷമുള്ള ജീവിതം, പാരത്രിക ജീവിതം, ബർസഖിയായ ജീവിതം, അതിനെപ്പറ്റിയൊന്നും യഥാർത്ഥ ബോധം നിനക്കുണ്ടായിരുന്നില്ല. യഥാർത്ഥ ബോധം നിനക്കുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാക്. നിന്റെ കണ്ണിന്റെ മൂടി ഇപ്പോൾ തുറന്നു കഴിഞ്ഞു. നിന്റെ കണ്ണിന്റെ മൂടി ഒരു മൂടിയിട്ടതുപോലെയായിരുന്നു. എന്ന് കണ്ടാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്ത, മരണത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകതരം അശ്രദ്ധയിലായിരുന്നു നീ. നിന്റെ കണ്ണിനിക്കൊരു മൂടിയിട്ടതുപോലെയായിരുന്നു.
ഒരു കണ്ണിനിക്ക് മൂടിയിട്ട രൂപത്തിലായിരുന്നു നീ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ട്, നല്ല മൂർച്ചയുള്ള നോട്ടമാണ്, നല്ല സൂക്ഷ്മമായ നോട്ടമാണ്. ആ സൂക്ഷ്മമായ നോട്ടം, മൂർച്ചയുള്ള നോട്ടം തുടങ്ങുന്നത് മരണത്തോടുകൂടെയാണ്. മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ പരലോകത്തേക്കുള്ള അനന്തമായ നോട്ടത്തിലേക്ക് അവന്റെ കണ്ണ് തിരിയുമ്പോൾ അവൻ തിരിച്ചറിയുന്നു, ഞാൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഇതുവരെ ജീവിച്ചതോ അതൊരു ജീവിതമായിരുന്നില്ല. ഇപ്പൊ ഒരു ഉണരൽ, മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഉണർവ് സംഭവിക്കുകയാണ്, ഒരു ഉണരുക. ഇതുവരെ എൻ്റെ യഥാർത്ഥ ജീവിതമായിരുന്നില്ല, യഥാർത്ഥ ജീവിതത്തിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആധുനിക ലോകത്തിന്റെ ചിത്രം നമ്മൾ പരിശോധിച്ചാൽ പരലോകത്തെ പറ്റി ഉണർത്തുന്നതല്ല. ആധുനിക ലോകം മരണത്തെ സംബന്ധിച്ചോ അതിന്റെ ശേഷമുള്ള ലോകത്തെ സംബന്ധിച്ചോ പഠിപ്പിക്കുന്നില്ല, അതിലേക്ക് ഉണരുക തന്നെ ചെയ്യുന്നില്ല. മരണം എന്ന് പറയുന്നത് വിസ്മരിപ്പിക്കുകയാണ്. അത് വിസ്മരിച്ചെങ്കിൽ മാത്രമേ ആധുനിക ലോകത്തുള്ള സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പിറകെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയുള്ളൂ. ആധുനിക ലോകത്തിന് അതാണ് ആവശ്യം. ജനങ്ങൾക്ക് ആർത്തിയുണ്ടാക്കുക, ജനങ്ങൾക്ക് വാരിക്കൂട്ടാനുള്ള മോഹമുണ്ടാക്കുക, അതിന്റെ പിറകെ ഓടുക. അതിന്റെ പിറകെ ഓടുമ്പോൾ കടമകൾ മടക്കുന്നു, മാതാപിതാക്കളോടുള്ള കടമകൾ മറക്കുന്നു, ഗുരുവര്യന്മാരോട്. ആധുനിക ലോകം മനുഷ്യൻ ആർത്തി ഉണ്ടാക്കി കൊടുക്കുന്നു. ചാനലുകളും മാസികകളും സർവമാധ്യമങ്ങളും അതുണ്ടാക്കി മനുഷ്യൻ അതിന്റെ പിറകെ ഓട്ടുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആത്മീയതയും ഭൗതികതയും ആധുനികതയുടെ പ്രത്യേക സ്വഭാവവും ആത്മീയതയും വേർതിരിയുന്ന ഒരു മേഖല ഏതാണ്? ഒരാളുടെ കയ്യിൽ 100 രൂപയുണ്ട്, ഒരാളുടെ കയ്യിൽ 100 രൂപയുണ്ട്. അപ്പോഴാണ് ഒരു പാവപ്പെട്ട ആള് വന്നിട്ട് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു കുട്ടി മരിച്ചത് ഈ ഇടയ്ക്ക് പത്രത്തിലൊരു വലിയ വാർത്തയായിരുന്നു. വിശന്ന് പൊരിഞ്ഞപ്പോൾ പലരുടെ മുമ്പിലും കൈനീട്ടി. 10-14 വയസ്സുള്ള ബാലന് ഒരാൾ പോലും ഭക്ഷണത്തിനുള്ള കാശ് കൊടുത്തില്ല. കാരണം പലരും കൈനീട്ടുന്നവരാണ്. വെറുതെ കൈനീട്ടുന്നവരുണ്ടാവും, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൈനീട്ടുന്നവരുണ്ടാകും എന്ന് കരുതിയിട്ടാവണം. കേരളക്കാർ മോശമായതുകൊണ്ടല്ല, ആ കുട്ടിയെ ശ്രദ്ധിച്ചില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഞാവൽ മരത്തിന്റെ മുകളിൽ കയറി ഞാവൽ പഴം പറിച്ചുകൊണ്ടിരിക്കെ ഒരാൾ പറഞ്ഞു, നിനക്ക് ചോറ് തിന്നാനുള്ള കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തിൽ പെട്ടെന്ന് ഇറങ്ങി. ആ കുട്ടിയാണെങ്കിൽ വിശന്ന് തളർന്ന് വറക്കാൻ തുടങ്ങിയിരുന്നു. മരത്തിന്റെ മുകളിൽ നിന്ന് തല കുത്തി താഴെ വീണ് കുട്ടി മരിച്ചുപോയി. വിശപ്പിന്റെ കാഠിന്യം. ഒരു നേരത്തെ ആഹാരം തരാമെന്ന് പറഞ്ഞപ്പോ വിശപ്പടക്കാൻ വേണ്ടി ഞാവൽ പഴം പറിച്ചു തിന്നുന്ന കുട്ടി ധൃതി കൂട്ടി ഇറങ്ങിയപ്പോ വീണ് മരിച്ചുപോയത് ഒരുപാട് ദിവസങ്ങൾ പത്രങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരണം, പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകൾ. 100 രൂപ ഒരാളെ കയ്യിലുള്ളപ്പോഴാണ് മറ്റൊരുത്തൻ ചോദിക്കുന്നത്, എനിക്ക് ഭക്ഷണത്തിനൊരു 10 രൂപ വേണം, ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവന്റെ 100 രൂപയിൽ നിന്ന് 10 രൂപ അങ്ങോട്ട് ആ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്താൽ ആധുനിക ലോകം അവനോട് വിളിച്ചു പറയുന്നത് 100ൽ നിന്ന് 10 കുറഞ്ഞുപോയി, ഇനി 90 മാത്രമാണ്. എന്റെ 100 രൂപയിൽ നിന്ന് 10 റുപ്യ കുറഞ്ഞുപോയി, കുറവാണ്. 100ൽ നിന്ന് 10 കുറഞ്ഞാൽ ബാക്കി 90. സമ്പത്തിന് ശോഷണം സംഭവിച്ചു, നിന്റെ സമ്പത്തിന് കുറവ് സംഭവിച്ചു എന്ന് പഠിപ്പിക്കുന്നു ഭൗതിക ലോകം. ആധുനികത പഠിപ്പിക്കുന്നു. മതം പഠിപ്പിക്കുന്നതോ 100 രൂപയിൽ നിന്ന് 10 രൂപ നീ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്താൽ, ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ, നിന്റെ 10 രൂപ നാളത്തേക്ക് ബാക്കിയായി പടച്ച റബ്ബിന്റെ അടുക്കൽ നീ സൂക്ഷിച്ചു വെച്ചു. അത് മാത്രമാണ് നിന്റെ സമ്പാദ്യം. നിന്റെ കയ്യിലുള്ള 90 രൂപയല്ല നിന്റെ സമ്പാദ്യം. നിനക്ക് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം വിശന്നവന് ഭക്ഷണം കൊടുക്കാൻ നീ നീക്കി വെച്ച 10 അത് നീ അള്ളാഹുവിന്റെ കയ്യിലെത്തിച്ചു. മിസ്കീന്റെ കയ്യിലെത്തുന്നതിന്റെ മുമ്പ്, മിസ്കീൻ കൈ നീട്ടിയത് വാങ്ങുന്നതിന്റെ മുമ്പ് പടച്ച റബ്ബിന്റെ അടുക്കൽ സുരക്ഷിതമായ സ്ഥലത്തെത്തി. ശഫീഉനാ റസൂലുള്ളാഹി
ഭൗതികത ആത്മീയത വേർതിരിയുന്നൊരു മേഖലയാണത്. ഭൗതിക ലോകം അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആധുനികത അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത് 100ൽ നിന്ന് 10 കുറഞ്ഞാൽ 10 കുറഞ്ഞു എന്നാണ്. സമ്പത്ത് ചുരുങ്ങിപ്പോയി, 10 കുറഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നു. അവിടെയാണ് ആത്മീയത മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ 10 മാത്രമാണ് സമ്പാദ്യം. അതാണ് എൻ്റെ മനസ്സിന് സമാധാനം, എൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്നത്. വിശന്ന ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത 10 രൂപ, ആ 10 രൂപ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനെ ഓർക്കുമ്പോൾ അവന്റെ ആത്മാവിന് സക്കീനത്തുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. അതാണ് ആധുനികതയും ആത്മീയതയും തമ്മിൽ വേർതിരിയുന്നൊരു മേഖല. ഇതുപോലെ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കും വെള്ളമുണ്ടാകുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം ഘടകങ്ങൾ ചേരുമ്പോഴാണ് വെള്ളം എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടാകുന്നത്, ആ വെള്ളമുണ്ടാകാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൗതിക ശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആത്മീയത അവന് പഠിപ്പിക്കുന്നത് അതല്ല. അത് വിശന്ന ദാഹിച്ച ഒരാൾക്ക് കൊടുത്താൽ അതിന്റെ കൂലി എത്രയാണ്, ആ വെള്ളം ദാഹപരവശനായ ഒരാൾക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലം, അതിനെപ്പറ്റിയാണ് ആത്മീയത ചർച്ച ചെയ്യുന്നത്. ഈ ചെറിയ 2 ഉദാഹരണം പറഞ്ഞത് ആധുനികതയും ആത്മീയതയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്ക്, ആധുനികതയിൽ നിന്ന് ആത്മീയതയിലേക്ക്, ആത്മീയത മനുഷ്യനെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കാണ്, മനുഷ്യ നന്മയിലേക്കാണ്. അവിടെ സാമ്പത്തികമായ കുറവല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ, മറ്റൊരാൾക്ക് ധർമ്മം ചെയ്യുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, ഹദിയ നൽകുമ്പോഴുണ്ടാകുന്ന ആത്മീയ സുഖമാണ്. ആ ആത്മീയതയാണ് ഒരു വിശ്വാസി ഏറ്റവും വലിയൊരു കാര്യമായി കാണുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഏറ്റവും ഖൈറായ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യം കിട്ടുന്ന അമലേതാണ്? ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിനീൻ. ആദരവായ റസൂലുള്ളാഹിന് മറുപടി പറയുന്നത് ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൽബിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കൽ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ സന്തോഷത്തിന്റെ തിരി കൊളുത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കർമ്മമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, അത് മനുഷ്യനെന്ന് മാത്രമല്ല, ഏത് ജീവികളെയും നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോ മറ്റോ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആത്മാവിന് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു, സ്വന്തം ആവശ്യങ്ങളെ ബലികടിച്ച് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ട് സ്വന്തം മക്കളും കുടുംബവും പട്ടിണി കിടന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവരെ കണ്ണ് നിറയുകയായിരുന്നു സന്തോഷം കൊണ്ട്. പടച്ചവനെ, ഒരു ദിവസം നിനക്ക് വേണ്ടി പട്ടിണി കിടന്ന് നിന്റെ അടിമകളെ സഹായിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം, ആ സന്തോഷം ആത്മാവിന്റെ സുഖമാണ്. ആത്മീയ സുഖം അനുഭവിക്കണമെങ്കിൽ ഈമാൻ വേണം. അല്ലാഹുവിൽ വിശ്വാസമുള്ള, അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്കാണ് ആത്മാവിന്റെ സുഖം അനുഭവിക്കുക. കാരണം പടച്ച റബ്ബാണ് പഠിപ്പിക്കുന്നത് നന്മകൾ. ഒരാൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ പരലോകത്തുള്ള പ്രതിഫലം. ദുന്യാവ് മാത്രമാണോ, ആധുനികത മാത്രമാണോ നിങ്ങളെ കണ്ണിലുള്ളതെങ്കിൽ മരണത്തിന്റെ ശേഷമുള്ള ഒരു പ്രപഞ്ചത്തെ, ലോകത്തെപ്പറ്റി, മരണത്തിന്റെ ശേഷമുള്ള ഒരു പ്രതിഫലത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരെയല്ല. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതം, അവിടെയുള്ള നന്മതിന്മകൾ, അവിടെയുള്ള ഹിസാബുകൾ, അതിനെപ്പറ്റി ബോധമില്ലാത്തവർക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നോ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴുണ്ടാകുന്ന ആത്മസുഖമോ അതൊന്നും അനുഭവിക്കുക പ്രയാസമാണ്. ശരിയായ ആത്മീയ സുഖം ശരീരത്തിന്റെ സുഖത്തേക്കാൾ പ്രധാനം, ശരീരത്തിന്റെ സുഖത്തേക്കാൾ പ്രധാനം ആത്മാവിന്റെ സുഖമാണ്. ആത്മാവിന് സുഖം കിട്ടണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വേണം. ആ പടച്ച റബ്ബിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ത് ചെയ്താലും, അണുമണി തൂക്കം നിങ്ങൾ ചെയ്താലും അത് കാണുന്ന റബ്ബുണ്ട്. അണുമണി തൂക്കം നന്മയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ആരും അത് കണ്ടിട്ടില്ലെങ്കിലും, ആരും അത് അറിഞ്ഞിട്ടില്ലെങ്കിലും അത് കാണുന്ന ഒരുത്തനുണ്ട്, അറിയുന്ന ഒരുത്തനുണ്ട്. അതവൻ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾ നാളെ പരലോകത്തെ നിന്റെ പ്രതിഫലം കാണുമെന്ന് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന്റെ സുഖം, ആത്മാവിന്റെ സുഖം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയത നമ്മൾ ചെയ്യുന്ന നിസ്കാരം കൊണ്ട് അത് കിട്ടണം, നോമ്പ് കൊണ്ട് കിട്ടണം, സദഖ കൊണ്ട്, സകാത്ത് കൊണ്ട് ആത്മാവിന് സുഖവും സന്തോഷവും സമാധാനവും കിട്ടുന്ന രൂപത്തിലാവണം. ഈ ആത്മീയത നശിപ്പിക്കാൻ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. ഒരു മനുഷ്യനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മീയത നശിപ്പിക്കുക എന്നാണ്.
എന്ത് ചെയ്താലും അത് ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം. ആത്മാവിന് സുഖം കിട്ടുന്ന, പടച്ചവനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലേക്ക് അമലുകളെ മാറ്റാതെ മനുഷ്യനെ തടഞ്ഞു നിർത്തി പരലോകം ബ്ലോക്ക് ചെയ്യുന്നവനാണ് ഇബ്ലീസുൽ ലഈൻ. നിങ്ങൾ ആത്മാർത്ഥമായ ഒരു സദഖ കൊടുക്കുകയാണ്, ആത്മാർത്ഥമായി 1000-ഓ 10,000-ഓ കൊടുക്കുകയാണ്. ആ സമയത്ത് ഇബ്ലീസുൽ ലഈൻ എന്ത് ചെയ്യും? അതെങ്ങനെയെങ്കിലും നിങ്ങളെ നീയത്ത് പഴപ്പിക്കണം. അത് 4 ആളുകൾ കാണണം, 4 ആളുകൾ അറിയണം ഞാനൊരു ധർമ്മിഷ്ഠനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, മറ്റുള്ളവർ അറിയണം എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളെ മനസ്സിലുണ്ടാക്കി തന്നാൽ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കുന്ന 5000 ഉറുപ്പിക നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആത്മീയത നഷ്ടപ്പെട്ടു. ഇബ്ലീസിന്റെ ശ്രമം അവിടെയാണ്. അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് ഭൗതിക നേട്ടത്തിന് വേണ്ടി നീ ഒരു ധർമ്മിഷ്ഠനായി അറിയപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം പോയി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രവാചകർ പറഞ്ഞു, ചെറിയ ശിർക്കാണത്. ബഹുദൈവ ആരാധന, അല്ലാഹു അല്ലാത്ത ശക്തികളെ ആരാധിക്കൽ ഇസ്ലാമിൽ വലിയ തെറ്റാണ്. അതിന്റെ പരിധിയിലാണ് പ്രവാചകൻ മറ്റുള്ളവരെ കാണിപ്പിക്കാനും മറ്റുള്ളവരെ കേൾപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ എണ്ണിയത്. ശിർക്കുൽ അസ്ഗർ. കാരണം അല്ലാഹു കാണാൻ വേണ്ടി ചെയ്യേണ്ട സദഖ അല്ലാഹു അല്ലാത്ത ആളുകൾ കാണട്ടെ, അറിയട്ടെ എന്ന് ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നത് പോലെ. ചില ആളുകളുടെ നിസ്കാരം അങ്ങനെയാണ്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ യാതൊരു ഖൗഫും ഉണ്ടാവില്ല, ഒരു ചിട്ടയും ഉണ്ടാവില്ല. നേരെ മറിച്ച് 4 ആളുകളുടെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അവന്റെ നിസ്കാരം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ വളരെ ഖൗഫോടുകൂടെ തുണിയെല്ലാം കയറ്റിയെടുത്ത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിയൊരു നിസ്കാരം. ജനങ്ങളുടെ മുമ്പിൽ നിസ്കാരം ഒന്ന് വേറെ, സ്വന്തം റൂമിൽ നിസ്കാരം ഒന്ന് വേറെ. ഈ 2 കോലം ശൈത്താൻ നിങ്ങൾ ആത്മീയത തകർക്കുകയാണ്. ആളുകൾ കാണുമ്പോൾ നന്നാക്കുന്നു, അല്ലാഹു കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമേ ഇല്ല. അത് വളരെ അലസനായി നിർവഹിക്കുന്നു. ജനങ്ങൾ കാണുമ്പോൾ ഉന്മേഷവാനാകുന്നു. ആത്മീയത നഷ്ടപ്പെടുന്ന ഒരു രംഗമാണത്. കർമ്മങ്ങൾ ശരിക്ക് 5000 കൊടുത്തവൻ 5000 കൊടുത്തിട്ടുണ്ട്, 10,000 കൊടുത്തവൻ 10,000 കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ആത്മീയത അള്ളാന്റെ പൊരുത്തമാണ്, പടച്ച റബ്ബ് അറിയണം എന്ന ചിന്ത മാത്രമാണ്. മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ സദഖ ചെയ്യുമ്പോൾ പറയും പേര് പറയണ്ട. ഇനി പേര് പറഞ്ഞാലും മറ്റുള്ളവർ അറിഞ്ഞാലും അതിന്റെ കൂലി നഷ്ടപ്പെടുകയില്ല. കൂലി നഷ്ടപ്പെടൽ എവിടെയാണ്? നമ്മളെ നിയ്യത്ത് എന്താണ്? അവിടെയാണ്. അറിയണമെന്ന് നീ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഒരു ധർമ്മിഷ്ഠനായി അറിയപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ കൂലി പോകുന്നത്. നേരെ മറിച്ച് നീ ഒരു 10,000 കൊടുത്തിട്ട് ഇത് മാതൃകയാക്കി മറ്റുള്ള എല്ലാ ആളുകളും ചെയ്യട്ടെ എന്നുള്ള നല്ല നീയത്താണെങ്കിൽ അതിന്റെ പ്രതിഫലം വർദ്ധിക്കുകയാണ്. ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ചെയ്താൽ അതിന്റെ പ്രതിഫലം അവനുണ്ട്. അത് മാതൃകയാക്കി ലോകത്ത് ആരൊക്കെ ചെയ്യുന്നുവോ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ആദ്യം മാതൃക കാണിച്ച വ്യക്തിക്കുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആത്മീയതയും ആധുനികതയും വേർതിരിയുന്ന ചില മേഖലകളാണത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മുഴുവനും തകർത്തിക്കളയുന്ന, ആത്മാവിനെ തകർക്കുന്ന, ആത്മാവിന്റെ പുരോഗതിയെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ ഒരു തിന്മ വിശ്വാസികളോട് പറയാനുള്ളത് ഞാൻ ചുരുക്കി വളരെ ലളിതമായി പറയുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ടത് പറയാം, മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ഇടയിലൊക്കെ ഈ പരലോകം, ആത്മീയ ചിന്ത, ആത്മീയത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മാവിന്റെ മാരക രോഗം. ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സ നടത്തും. ആത്മാവിന് രോഗം വരുമ്പോൾ അത് ചികിത്സിക്കാനുള്ള ഡോക്ടർ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ശാരീരിക രോഗത്തെക്കാൾ പ്രധാനമാണ് ആത്മാവിന്റെ രോഗം, അല്ലേ? ശരീരത്തിന്റെ രോഗങ്ങളെക്കാൾ പ്രധാനമാണ് ആത്മാവിന്റെ രോഗം. പക്ഷെ ആത്മാവിന് രോഗം ബാധിച്ചാൽ എന്താണ് ആത്മാവിന്റെ രോഗം, ആരെക്കൊണ്ടാണ് അത് ചികിത്സിക്കേണ്ടത് നമുക്കറിയില്ല. ഭൗതിക ശരീരത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് എന്തുകൊണ്ടാണ്? പ്രഷർ കൂടിയിട്ടാണോ, ഷുഗർ കുറഞ്ഞിട്ടാണോ, കൊളസ്ട്രോൾ കൂടിയിട്ടാണോ എന്നൊക്കെ പരിശോധിക്കാൻ യന്ത്രങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ആധുനിക ലോകത്ത് അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. നേരെ മറിച്ച് എൻ്റെ ആത്മാവിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി എനിക്ക് വരുന്നില്ല. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ മറ്റു ഭൗതികമായ ചിന്തകളൊന്നും കടന്നു വരാതെ ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആത്മാവിന് കാര്യമായ കുഴപ്പമുണ്ട്. അതൊന്ന് ചികിത്സിക്കണം. ആരോടാ അത് പറയേണ്ടത്? ആരെടുക്കലാ പോവേണ്ടത്? എങ്ങനെയാ ചികിത്സിക്കേണ്ടത്?
ഏറ്റവും പ്രധാനപ്പെട്ട രോഗത്തെ ചികിത്സിക്കുന്ന കാര്യത്തിൽ നമ്മൾക്കൊരു എത്തുപിടിയുമില്ല. നശിക്കുന്ന ശരീരത്തിന്റെ കാര്യത്തിലോ നമുക്ക് വളരെ ശ്രദ്ധയാണ്. ശരീരത്തെ നമ്മൾ നല്ലപോലെ പരിപാലിക്കുന്നു, ആത്മാവിനെ പരിപാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു. അതുകൊണ്ട് ആത്മീയമായ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾ നിസ്കരിക്കുമ്പോൾ നല്ല ഖൗഫ് വേണം. പലരും ചോദിക്കാറുണ്ട്, നിസ്കാരമൊക്കെ നിർവഹിക്കുന്നു, പക്ഷേ ഖൗഫ് കിട്ടുന്നില്ല, ഭക്തി കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും ഒരു ചൊട്ടുവിദ്യ പറഞ്ഞു തരും. നിസ്കാരത്തിൽ ഖൗഫ് ഉണ്ടാവാൻ ചെറിയ ചൊട്ടുവിദ്യകളൊന്നുമില്ല, അതിന് പുറമെ പെരട്ടാനുള്ള മരുന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സുഖമായിരുന്നു. എങ്ങനെയാണ് നിസ്കാരത്തിൽ ഖൗഫ് ഉണ്ടാവേണ്ടത്? നിസ്കാരത്തിൽ ഖൗഫ് വരുന്നില്ലെങ്കിൽ അവിടെ മാത്രമല്ല കുഴപ്പം, എല്ലാ സ്ഥലത്തും കുഴപ്പമുണ്ട്. നിസ്കാരത്തിൽ അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ്. അതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവിടെ ഇഖ്ലാസും ആത്മാർത്ഥതയും ഇലാഹിയായ ചിന്തകളും വരുന്നില്ലെങ്കിൽ അവിടെ മാത്രമല്ല കുഴപ്പം, മറ്റു പല സ്ഥലത്തുണ്ട്. ചില ആളുകൾ സ്ത്രീധനത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും. പെണ്ണ് കിട്ടുമ്പോൾ പണം കിട്ടണം, പൊന്ന് കിട്ടണം, ഭൂമി കിട്ടണം, കാറ് കിട്ടണം, പെണ്ണ് കിട്ടണം, എല്ലാം വേണം. അതിനെ മാത്രം വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അവിടെ മാത്രമല്ല കുഴപ്പം, ഇത് എവിടുന്ന് സംഭവിച്ചതാണ്? വസ്തുവിന്റെ നിയലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വസ്തുവിന്റെ നിയലല്ല നിവർത്താൻ ശ്രമിക്കേണ്ടത്, വസ്തു നിവരണം. അപ്പോഴേ നിയല് നിവരുള്ളൂ. സാധാരണ നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പാഴാവാർ അങ്ങനെയാണ്. സ്ത്രീധനം, പെണ്ണ് കെട്ടുമ്പോൾ പണം വേണം, പണത്തിനോട് മോഹം, പൊന്ന് വേണം, കാറ് വേണം, ഭൂമി വേണം. എത്ര ദുഷിച്ച ആചാരം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെ മാത്രമല്ല പ്രശ്നം. വസ്തുവിന്റെ വളവ് നിവരാതെ നിയലിന്റെ വളവ് നിവർത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ജനങ്ങൾക്ക് ആധുനികതയോടുള്ള പ്രിയം, പണത്തോടുള്ള ആർത്തി. ഒരു മനുഷ്യന്റെ കൽബിൽ ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള മഹബ്ബത്ത്, ആധുനിക ലോകത്തോടുള്ള പ്രിയം വർദ്ധിച്ചാൽ ഏതെല്ലാം ചുളിവിലൂടെ പണം കിട്ടുമോ ആ ചുളിവിലൂടെ ഒക്കെ പണം കെട്ടാൻ, പണം വാങ്ങാൻ ശ്രമിക്കും. അതിന്റെ ഒരു ഭാഗമാണ് പെണ്ണുകെട്ട്. പെണ്ണ് കെട്ടുമ്പോഴും പണം കിട്ടണം. സദക്ക ചെയ്താലും എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടണം, ഹദിയ കൊടുത്താലും തിരിച്ചു കിട്ടണം, മരിച്ചോടുത്തു പോയാലും തിരിച്ചു കിട്ടണം എന്നുള്ള മനുഷ്യന്റെ ഭൗതിക താല്പര്യം വർദ്ധിക്കുമ്പോഴാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നത്. ചില ആളുകൾ വാരിക്കോരി കൊടുക്കും. എന്തിനാ വാരിക്കോരി കൊടുക്കുന്നത്? അതിന്റെ പിന്നിലോന് ലക്ഷ്യം ഉണ്ടാവും, ഒരു ഭൗതിക താല്പര്യം. ചില ആളുകൾ വലിയ സമ്മാനം കൊടുക്കും. ആ സമ്മാനം കൊടുക്കുമ്പോൾ എന്താ താല്പര്യം? കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടും എന്നുള്ള ആ ഒരു ചിന്താഗതി. ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാം. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുന്ന എപ്പോഴാ? ദുനിയാവിനോടുള്ള ആർത്തി, ആധുനികതയോടുള്ള ആർത്തി മനുഷ്യനിൽ കൂടുമ്പോഴാണ്. അപ്പൊ പെണ്ണ് കെട്ടുമ്പോഴും ആഗ്രഹിക്കുന്ന എന്താ? അതിന്റെ ചുളിവിൽ പണം കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഒരു 10 സെന്റ് കിട്ടാൻ വല്ല സംവിധാനം ഉണ്ടോ? ഒരു കാറ് ആ ചുളിവിലൂടെ കിട്ടാനുള്ള സൗകര്യം ഉണ്ടോ? ഇതായിരിക്കും അവന്റെ ചിന്ത. ഗൾഫ് പോയാലും അങ്ങനെ തന്നെ, എവിടെ ചെന്നാലും അങ്ങനെ, ഹജ്ജിന് പോയാലും അങ്ങനെ തന്നെ. ഹജ്ജിന് പോകുമ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് അതാണ്. പേരാണ്, അല്ലെങ്കിൽ പ്രശസ്തിയാണ്. പേരുണ്ടാക്കണം. ഹാജി എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ്. ഹജ്ജിന് പോയ ആളെന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ്. എന്നല്ലാതെ അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആഗ്രഹിച്ച് അതിനെ സ്നേഹിച്ചുകൊണ്ടുള്ള യാത്രയൊന്നും അല്ലത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, പെണ്ണ് കെട്ടുമ്പോഴും പൊന്നു വേണം, പണം വേണം എന്നാഗ്രഹിക്കുന്നവൻ ഐഹിക ലോകത്തെ, ആധുനികതയുടെ ചുറുചുറുക്കിനെ അമിതമായി ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ ഹക്കും ബാത്തിലുമില്ല. പണമായാൽ മതി. ലോട്ടറി ടിക്കറ്റ് കണ്ടാൽ അതെടുക്കും. കാരണം 10,000, 10 ലക്ഷവും കോടികളും കിലോ കണക്കിന് സ്വർണവും അഥവാ കിട്ടിയാലോ അത് നാളത്തെ ഹിസാബിനെ പറ്റി, പരലോകത്തെ ചോദ്യത്തെ പറ്റി അവൻ ആലോചിക്കുന്നില്ല. ഇതിന്റെ ഭാഗമാണ് എല്ലാ ധനമോഹവും. പെണ്ണ് കെട്ടുമ്പോഴായാലും, ഹജ്ജിന് പോകുമ്പോഴായാലും, സദക്ക ചെയ്യുമ്പോഴായാലും, സകാത്ത് കൊടുക്കുമ്പോഴും ഒക്കെ അവന് തിരിച്ചിങ്ങോട്ട് കിട്ടണം. ചില ആളുകളെ വല്ലാതെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിക്കും. പരലോകം വിചാരിച്ചിട്ടല്ല. ഒരു പുതിയ SI സ്ഥലം മാറി വന്നു, പുതിയൊരു SI വന്നു, അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നു, അല്ലെങ്കിൽ കലക്ടർ വന്നു. കള്ളക്കടത്തുകാർക്ക്, അതല്ലെങ്കിൽ സാമ്പത്തികമായ കൃത്രിമവും തട്ടിപ്പും നടത്തുന്ന ആളുകൾ ആദ്യമായി സൽക്കാരമുണ്ടാക്കും. കലക്ടർക്ക് ഒരു സൽക്കാരം, അല്ലെങ്കിൽ സ്ഥലം SIക്ക് ഒരു സൽക്കാരം. യഥാർത്ഥത്തിൽ ഇവിടെ സൽക്കരിക്കുന്നത് SIയെ അല്ല, അയാളുടെ താൽക്കാലികമായ അധികാരത്തെയാണ്. അല്ലേ? ഒരു മന്ത്രിയെ, ഒരാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി, എന്നാൽ ആ മന്ത്രിക്ക് ഒരു പ്രത്യേക സൽക്കാരം അവന്റെ വീട്ടിൽ. സത്യത്തിൽ മന്ത്രിയെ അല്ല സൽക്കരിക്കുന്നത്, ആ വ്യക്തിയെ അല്ല സൽക്കരിക്കുന്നത്, അയാൾക്ക് ഇപ്പോൾ കിട്ടിയ സ്ഥാനത്തെ സൽക്കരിക്കുന്നു. ആ സ്ഥാനത്തെ സൽക്കരിച്ച് അതിന്റെ മറവിലൂടെ അവന്റെ കള്ളക്കടത്ത് നടത്താൻ, അവന്റെ വൃത്തികേടുകൾ നടത്താൻ
അവന് സ്വാധീനമുണ്ടാക്കാൻ, അവന്റെ ശത്രുക്കളോട് പകപോക്കലുണ്ടാക്കാൻ. സത്യത്തില്ലേ? SI അല്ല സൽക്കരിക്കുന്നത് അയാളുടെ അധികാരത്തെയാണ്. കലക്ടറെ അല്ല സൽക്കരിക്കുന്നത് ആ വ്യക്തിയെ അല്ല, അദ്ദേഹത്തിന്റെ അധികാരത്തെയാണ്. അതുപോലെ മന്ത്രിയെ അല്ല യഥാർത്ഥത്തിൽ സൽക്കരിക്കുന്നത്, മന്ത്രിയോടല്ല പ്രിയം, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥാനങ്ങളാണ്. ഇതൊക്കെ ഭൗതികതയാണ്, ഭൗതിക താല്പര്യങ്ങളാണ് അതിന്റെ പിറകിലുള്ളത്. സത്യത്തിൽ നല്ല ഭക്ഷണം, നല്ല ബിരിയാണി, വേണ്ടതെല്ലാം പായസെല്ലാം ഉണ്ട്. പക്ഷെ അത് എവിടെ പോയി? ഇഖ്ലാസ് എവിടെ? ഇതാണ് ആത്മീയതയും ആധുനികതയും തമ്മിലുള്ള വ്യത്യാസം. ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ച് പടച്ച റബ്ബ് കാണണം, അവൻ പ്രതിഫലം തരണം, അവൻ എന്റെ കാര്യത്തിൽ സന്തോഷിക്കണം, അവന്റെ പൊരുത്തവും തൃപ്തിയും സമ്പാദിക്കണമെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോഴാണ് ആത്മീയതയാകുന്നത്. അത് തടസ്സപ്പെട്ടുകൂടാ. ആത്മാവിന്റെ ഇത്തരം ഭൗതിക ചിന്തകൾ, ആധുനിക ചിന്തകൾ മാത്രം, അതിൽ മാത്രം ശ്രദ്ധിക്കുകയും ആത്മീയത അല്പം പോലും വളരാതിരിക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ആത്മാവിന്റെ മാരക രോഗങ്ങളാണ്. ആത്മാവിന്റെ മാരക രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രോഗം ഞാൻ പറയാം. നല്ലപോലെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, അവനവരെ പറ്റി ആലോചിക്കണം, എന്നിട്ടത് തിരുത്താൻ ശ്രമിക്കണം. ഈ ക്ലാസ് കഴിയലോടുകൂടെ നമ്മുടെ മനസ്സിന്ന്, നമ്മുടെ ആത്മാവെന്ന് നീങ്ങണം. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പറയല്ല, റസൂലുള്ളാഹി പറഞ്ഞതാ, എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ആ ആത്മാവിന്റെ മാരക രോഗം. അതുണ്ടായാൽ ആത്മീയത നഷ്ടപ്പെടും. ആത്മീയത ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഖൗഫും ഇഖ്ലാസും ചിട്ടയും പരലോകത്ത് പ്രതിഫലമുണ്ട്. ആത്മീയത പോയാൽ എല്ലാം ഭൗതിക പ്രകടനങ്ങളായിരിക്കും, അഭിനയങ്ങളായിരിക്കും, നാടകങ്ങളായിരിക്കും. ഈ ലോകത്ത് ചില പടപ്പ്, ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഅബുൻ വലഹുൻ, ഒരു കളിയും തമാശയും ഉരുണ്ടു മറിയലും അല്ലാതെ ആഖിറത്ത് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആത്മീയതല്ലേ? ഈ ആത്മീയത തകർക്കുന്ന പ്രധാനപ്പെട്ട രോഗം എല്ലാവർക്കും അല്പമുണ്ടാവാൻ സാധ്യതയുള്ള, ആരും അതിൽ നിന്ന് ഒഴിവല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആരും അതിൽ നിന്ന് ഒഴിവല്ല. ഏതാണെന്നറിയുമോ? അൽ ഹസദു, അസൂയയാണ്. നബിയുനാ റസൂലുള്ളാഹി അല്ലേ? ഇത്ര നിസ്കരിക്കണവനാണെങ്കിലും നോമ്പ് വിൽക്കണമെങ്കിലും ഇത്തിരി അവന്റെ കൽപ്പലുണ്ടാവും. അത് കുറച്ചു മതി, എല്ലാം നശിപ്പിക്കാൻ അത് മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കാണൂല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നോക്കൂ നിങ്ങൾ, സലാസത്തുൻ ലാ യൻജൂ മിന്നുന്ന അഹദുൻ, മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങളിൽ ഒരാളും ഒഴിവല്ല. നബിയുനാ റസൂലുള്ളാഹി മൂന്ന് കാര്യങ്ങൾ, അതിലൊരാളും ഒഴിവല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിവല്ല. അതാ നമ്മളെ പറ്റി ചുറ്റിപ്പറ്റിയത് പറയലാ ഖൈർ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് വരുന്നത്. മൂന്ന് കാര്യങ്ങൾ, അതിൽ ഒരാളും ഒഴിവല്ല. ലാ യൻജൂ മിന്നുന്ന അഹദുൻ, ഒരാളും ആ മൂന്ന് കാര്യത്തിൽ ഒഴിവല്ല. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് അള്ളന്നു, രണ്ടാമത്തത് വൽ ഹസദു, മൂന്നാമത്തത് വത്തുയറതു. അള്ളന്നു, ജനങ്ങളെപ്പറ്റി മോശമായ ധാരണ, മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് മോശമായ ധാരണ വെച്ച് പുലർത്തൽ പോലും ഇസ്ലാമിൽ തെറ്റാണ്. ചില ധാരണകളൊക്കെ കുറ്റമാണ്. ചില ആളുകളെ പറ്റി നമ്മൾ ചിലത് ധരിക്കും. ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും, ഭർത്താവ് ഗൾഫിലാണ്, അവൾക്ക് എപ്പോഴും ഫോൺ വരുന്നത് കേൾക്കുന്നു. രാത്രി 2 മണിക്ക് അവളെ ഫോൺ ബെല്ലടിക്കുന്നു. അയൽവാസി കേൾക്കുമ്പോൾ ഇവൾക്കാരോ വിളിക്കുന്നുണ്ട്, എവിടെയോ ബന്ധങ്ങളുണ്ട്, പുതിയാപ്പിളയാണെങ്കിൽ സ്ഥലത്തില്ല. അവളെപ്പറ്റി മോശമായി വിചാരിച്ചാൽ ആ വിചാരം കുറ്റമാണ്. നാളെ പരലോകത്തെ ഹിസാബ് ചെയ്യപ്പെടും. അത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സത്യവിശ്വാസികൾ ഒരിക്കലും അങ്ങനെ മോശമായിട്ടല്ല ചിന്തിക്കേണ്ടത്. സത്യവിശ്വാസിയുടെ മനസ്സ് നന്നായിരിക്കും, നല്ല മനസ്സായിരിക്കും. നല്ല മനസ്സുകൊണ്ട് നല്ലതേ ചിന്തിക്കാൻ കഴിയൂ. ചീത്ത മനസ്സുകളാണ് വളഞ്ഞ രൂപത്തിൽ ചിന്തിക്കുക, ചീത്ത മനസ്സുകളാണ് മോശപ്പെട്ട രൂപത്തിൽ ചിന്തിക്കുക. നല്ല ആളുകൾ നന്മ കാണും, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കും, നല്ലതേ അവർ വിചാരിക്കൂ, നല്ലതേ അവർ വിചാരിക്കുകയുള്ളൂ. നല്ല മനസ്സിന്റെ ലക്ഷണമാണ്. മനസ്സ് മോശമാകുമ്പോൾ, നമ്മുടെ ആത്മീയതയ്ക്ക് വളവ് വരുമ്പോൾ എല്ലാം വളഞ്ഞ രൂപത്തിൽ കാണും. നമ്മുടെ കണ്ണിനിക്ക് രോഗം വരുമ്പോൾ എല്ലാം മഞ്ഞയായി തോന്നും. അത് മഞ്ഞയായതുകൊണ്ടല്ല, നമ്മളെ കൽബ് മോശമായതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചും മോശമായ ധാരണയുണ്ടാവരുത്. അത് ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ചിന്തിക്കാൻ തയ്യാറാവണം. 2 മണിക്ക് ഫോൺ വരുമ്പോൾ, ഓ എന്തൊരു നല്ല പെണ്ണ്, അവളും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ്,
ഉറക്കം വരാതെ ഭർത്താവിന് ഫോൺ ചെയ്തുകൊണ്ട് ഭർത്താവുമായുള്ള സംഭാഷണത്തിലായിരിക്കും എന്ന് നല്ല നിലക്ക് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവണമെങ്കിൽ അവനവന്റെ മനസ്സ് നന്നാവണം. വളഞ്ഞ ആളുകൾ ചിന്തിക്കുന്നത് എവിടെയോ ബന്ധങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, അത് കണ്ടുപിടിച്ചേ അടങ്ങൂ. ഇവന്റെ കളി കണ്ടാ തോന്നും പടച്ചോൻ ഓനാണ്, ഓനല്ലേ ജനങ്ങളെ തെറ്റ് കണ്ടുപിടിക്കുന്ന ആള്. അല്ലാഹു തആല അവനെയാണ് ജനങ്ങളെ പോരായ്മകളും തെറ്റുകളും കണ്ടുപിടിച്ച് ഹിസാബ് നടത്താൻ, ശിക്ഷിക്കാൻ പടച്ചവൻ അവനെ ഏൽപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അവൻ തന്നെ റബ്ബായതുപോലെ മറ്റുള്ളവരുടെ പോരായ്മകൾ മാത്രം തെരഞ്ഞു നടക്കുന്നവന് സൂഉല്ലന് ജനങ്ങളെ പറ്റി മോശമായ ധാരണ വെച്ച് പുലർത്തരുത്. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിനു നിന്നയില്ല ദുർജനത്തെയും മത്തേബൻ പാംസു സ്നാനം കൊണ്ടേ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛ ജലം തന്നിലേ കുളിച്ചാലും. ഒരു പഴയ കവിതയാണത്. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിന് നിന്നയില്ല ദുർജനത്തോടും. അത്ര നല്ല കവിത. സജ്ജനങ്ങളെ നിന്ദിച്ചുകൊണ്ട് അവരെ നിസാരപ്പെടുത്തിയെങ്കിലേ ദുഷിച്ച ആളുകൾക്ക് മനസ്സിന് സമാധാനമുണ്ടാവും. അവരാത്മീയത അതാണ്. നല്ല നല്ല മനുഷ്യന്മാരെ അവരുടെ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിച്ച് ഒരു നന്മ അയാളെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു തിന്മ കണ്ടെത്തിയിട്ട് അയാളെ ചെറുതാക്കാൻ നോക്കുന്നു. ഒരാൾ പറയുന്നു അയാൾ കൃത്യമായി ജമാഅത്തിന് വരുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ പറയും ജമാഅത്തിന് പോയിട്ട് എന്താ കാര്യം, ഓന്റെ പണിയെങ്ങാനും കണ്ടാൽ, ഓന്റെ സ്വഭാവം കേട്ടാൽ തിരിച്ച് ദുർജനങ്ങളുടെ സ്വഭാവം, ദുഷിച്ച മനസ്സുള്ള ആത്മീയത നഷ്ടപ്പെട്ട ആളുകളുടെ ലക്ഷണമാണത്. സജ്ജന നിന്ന കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. നല്ല മനുഷ്യരെ പോലും മോശമായി മനസ്സിലാക്കുക. സൂഉല്ലന് മോശപ്പെട്ട ധാരണകൾ, എന്തെങ്കിലും അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം പൊക്കിപ്പിടിച്ച് വലുതാക്കുക, നന്മകളൊക്കെ മറക്കുക. അല്പസ്വല്പം തിന്മയുണ്ടെങ്കിൽ അത് പൊക്കി കാണിച്ച് അയ്പ് ചെയ്യുക. ഇത് സജ്ജനങ്ങൾക്ക് പറഞ്ഞതല്ലാതെ ദുർജനങ്ങളുടെ സ്വഭാവമാണ്. സജ്ജനങ്ങൾക്ക് ദുർജനങ്ങളെ പോലും വിഷമിപ്പിക്കാനാവില്ല. സജ്ജനങ്ങൾക്ക് നിന്നയില്ല ദുർജനങ്ങളോട്. മോശപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നല്ല മനുഷ്യരാണെങ്കിൽ എന്താ വിചാരിക്കുക, നേരായ രൂപത്തിൽ ചിത്രീകരിക്കും. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖ്ഖിഖീൻ മൗലാനാ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ പറഞ്ഞിരുന്നു പോലും മനുഷ്യന്മാര് നുണ പറയോ. എന്തോ ഒരു സംഭാഷണം മധ്യ പറഞ്ഞു, അതവൻ നുണ പറയാണ്. മനുഷ്യന്മാര് നുണ പറയോ? എന്താ കാരണം? അദ്ദേഹത്തിന്റെ മനസ്സ് അത്രയും വിശുദ്ധമാണ്. കളവെന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്, കളവ് പറയാത്തവരാണ്. മനുഷ്യര് കളവ് പറയുമോ എന്ന് ചോദിച്ചു കണ്ണിയത്ത് ഉസ്താദ്. എന്നാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധ മനസ്സാണത്. വിശുദ്ധമായ മനസ്സിന്റെ ലക്ഷണമാണ്. സജ്ജനങ്ങൾക്ക് നിന്നയില്ല ദുർജനത്തെയും മത്തേബൻ പാംസു സ്നാനം കൊണ്ടേ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛജനം തന്നിലേ കുളിച്ചാലും. ആനയെ കൊണ്ടുപോയി നല്ല ശുദ്ധജലത്തിൽ പുഴയിൽ കിടത്തി ഒരച്ച് കുളിപ്പിച്ചാലും ആനക്ക് റാഹത്താവണമെങ്കിൽ പുറത്തു വന്നിട്ട് പാംസു സ്നാനം കൊണ്ടേ അവൻ സന്തോഷിപ്പിക്കുകയുള്ളൂ. അല്പം മണ്ണെടുത്തുകൊണ്ട് തുമ്പിക്കൈ കൊണ്ട് മണ്ണ് സ്പ്രേ ചെയ്യാണ് ശരീരത്തിലേക്ക്, മണ്ണൊന്ന് വാരിയിടും. എങ്ങനെ കുളിപ്പിച്ച് കരയിലേക്ക് കയറ്റിയാലും മണ്ണെടുത്തൊന്ന് വീശും. അപ്പോഴേ ആനക്ക് സന്തോഷമുള്ള കുളി റാഹത്താവുള്ളൂ. നല്ല ശുദ്ധജലത്തിൽ കുളിപ്പിച്ചിട്ട് കാര്യമല്ല. അപ്പൊ മോശപ്പെട്ട മനസ്സുള്ള ആളുകൾക്ക് നല്ലത് എത്ര കണ്ടാലും കാര്യമില്ല, ഒരു മണ്ണോട് സ്പ്രേ ഇനമാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ മൂപ്പർക്ക് ഇങ്ങനെ തരാറുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര നല്ല കവിതയാണത്. പാംസു സ്നാനം കൊണ്ട് മത്തേബൻ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛതലം ജലം തന്നിലേ കുളിച്ചാലും എന്ന് പറഞ്ഞതുപോലെ സർവ്വ നന്മകളെയും തിന്മയായി കാണുന്ന, നല്ല മനുഷ്യരെ അയ്ബാക്കുന്ന, നന്മകൾ കാണാത്ത മനുഷ്യരെ പറ്റി മോശപ്പെട്ട ധാരണ മിക്ക ആളുകൾക്കും അതുണ്ടാകും. അതുകൊണ്ട് ഒരാളെ പറ്റി മോശമായി വിചാരിക്കരുത്. ഇന്ന ബഅദുൽ ആളുകളെ പറ്റി മോശമായി ധരിക്കൽ പോലും കുറ്റമാണ്. ഖുർആൻ പറയുന്നതാണത്. ഗുജറാത്ത് സൂറത്തിൽ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ഈ മൂന്ന് കാര്യങ്ങളിൽ ആരും ഒഴിവല്ല, അത് ഒന്ന് തന്നെയാണ്. മറ്റുള്ളവരെ പറ്റി ഒരിക്കലും മോശമായി വിചാരിക്കരുത്, നന്മ വിചാരിക്കണം. ഈയിടക്കൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയ കഥ വായിച്ചു.
ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി. ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവിന്റെ പേസിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ, ഒരു 17-കാരിയുടെ ഫോട്ടോ കണ്ടതോടുകൂടി ഭാര്യ പേസ് അങ്ങനെ തന്നെ അവിടെ വെച്ചു. ഗൾഫിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ വന്ന ഭർത്താവിനെ സന്തോഷിപ്പിക്കാനോ അയാളോട് സംസാരിക്കാനോ അയാളുടെ കൂടെ കിടക്കാനോ ഒന്നും ഭാര്യ തയ്യാറല്ല. അവൾ പറയുന്നു, എനിക്ക് തലവേദന, എനിക്ക് അസുഖം, എനിക്കൊരു സമാധാനമില്ല, എനിക്ക് വേജാറ്, വെപ്രാളം. ഡോക്ടറെ കാണണോ വേണ്ട, വൈദ്യരെ കാണണോ വേണ്ട, പിന്നെന്താ എനിക്ക് സുഖമില്ല. ഇങ്ങനെ കളിച്ചു, വല്ലാത്തൊരു കളി. ഭർത്താവിന് പിടികിട്ടുന്നില്ല. അവസാനം ദിവസങ്ങൾ കഴിഞ്ഞു. ഗൾഫിൽ നിന്ന് പ്രതീക്ഷയോടുകൂടെ വന്ന ഭർത്താവ് ഭാര്യയുടെ സ്വഭാവദൂഷ്യം കണ്ടപ്പോ, മാറ്റം കണ്ടപ്പോ വല്ലാതെ സംശയിച്ചു പോയി. ഇവൾക്ക് എന്തു പറ്റി? എന്തൊരു സ്നേഹനിധിയായ ഭാര്യയായിരുന്നു ഇവളെന്താണ് ഇങ്ങനെ? എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറല്ല. അവൾക്ക് എപ്പോഴും അസുഖം തന്നെയാണ്. അവസാനം കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളെ പേസിൽ ഞാനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പേസിൽ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അതിസുന്ദരിയുടെ ഫോട്ടോ കണ്ടതോടുകൂടി എനിക്കൊരു സമാധാനവുമില്ല. ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ്. പുതിയാപ്പള പൊട്ടി ചിരിച്ചുപോയി. എന്താ കാരണം എന്നറിയോ? മൂപ്പര് അഞ്ജനിക്കൊരു പെണ്ണുമാണ്. അപ്പൊ ആ അഞ്ജനിക്കൊരു പെണ്ണ് അന്വേഷണമൊക്കെ നടന്നു. അപ്പൊ ആ കുട്ടിന്റെ വാപ്പ ഒരു ഫോട്ടോ കൊടുത്തയച്ചു ഏട്ടന്റെ അടുത്ത്. ഇതാണ് അഞ്ജന കെട്ടാൻ പോണ പെണ്ണ്. അപ്പൊ അനുജനിക്കൊരു പെണ്ണ് കാണുന്ന തിരക്കില് അനുജന്റെ ഭാര്യന്റെ ഫോട്ടോ ആ കുട്ടിന്റെ വാപ്പ കൊടുത്ത അത് പേസ് കണ്ടതിനാണ് ഇവക്ക് തലവേദനയും കയ്യും കാലും കുഴച്ചിലൊക്കെ. നിങ്ങൾ ഭർത്താവിനെ പറ്റി അങ്ങനെ അങ്ങ് ചിന്തിക്കും. ഒന്ന് കാണുമ്പോഴേക്കും യാഥാർത്ഥ്യം എന്താന്ന് മനസ്സിലാക്കണ്ടേ? പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഒക്കെ മോശമായി ചിന്തിക്കുന്ന, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അവസ്ഥകൾ ഒരിക്കലും സത്യവിശ്വാസിക്കുണ്ടാവരുത്. ഒക്കെ നേരായ രൂപത്തിൽ, ഖൈറായ രൂപത്തിൽ ചിന്തിക്കണം. നല്ല മനസ്സിന്റെ, നല്ല ആത്മാവിന്റെ ലക്ഷണം എല്ലാം നല്ല നിലയ്ക്ക് അവർക്ക് കാണാനാകൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അൽ ഹസദു, ഹസദാണ്, അസൂയയാണ്. അതല്പം വിശദീകരിക്കാനുള്ളത് കൊണ്ട് മൂന്നാമത്തെ ഞാൻ പറയുന്നു, ലക്ഷണക്കേട് നോക്കലാണ്. ലക്ഷണക്കേട് നോക്കുക, എല്ലാത്തിനും ലക്ഷണക്കേട്. എവിടെയാ ലക്ഷണക്കേടുള്ളത്? നമ്മുടെ പ്രവൃത്തിയിലാണ്. അത് നമ്മൾ അംഗീകരിക്കൂല ഒരിക്കലും. കച്ചവടമൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല, കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പോയി, കുട്ടികൾക്ക് രോഗം സംഭവിക്കുന്നു, ഭാര്യയ്ക്ക് മുട്ടുവേദന തുടങ്ങി. പിന്നെങ്ങനെ ആലോചിക്കുക, എപ്പോഴേ മുട്ടുവേദന തുടങ്ങിയത്? പെരേക്കൂടൽ കഴിഞ്ഞതിന്റെ ശേഷം, വീട്ടുകൂടൽ കഴിഞ്ഞതിന്റെ ശേഷം. അതുവരെ ഒരു കുഴപ്പത്തിന്റെ ഭാര്യക്കില്ലായിരുന്നു, നല്ല ആരോഗ്യവതിയായിരുന്നു. ഇപ്പൊ പെരേക്കൂടൽ കഴിഞ്ഞു, അതിന്റെ ശേഷമാണ് മുട്ടുവേദന തുടങ്ങിയത്. ചെറിയ കുട്ടിക്കാണെങ്കിൽ ഇടക്കിടക്ക് പനിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടമാണെങ്കിൽ പഴയ രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല. വീട് തുടങ്ങിയതിന്റെ ശേഷം ശൈത്താൻ തോന്നിപ്പിക്കുന്നു വീട് വെക്കണം. വീട് ഉണ്ടാക്കിയതിന്റെ ശേഷമാണ്, വീട്ടുകൂടൽ കഴിഞ്ഞതിന്റെ ശേഷമാണ്. പിന്നെ ഓട്ടമാണ് ജ്യോത്സ്യന്മാരെ തേടി, ഭാവി പ്രവചിക്കുന്ന ആളുകളെ തേടി, മറഞ്ഞ കാര്യം പറയുന്ന ആളുകളെ തേടി പോകുന്നു. അവര് വന്നു നോക്കുമ്പോൾ എന്തെങ്കിലും പറയാഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? കാര്യമായിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഉടൻ അവര് പറയും, ഫ്രണ്ടിലെ ഡോർ സ്ഥാനം മാറിയിട്ടുണ്ട്, ആ ഡോർ അവിടുന്ന് വെട്ടിയെടുത്ത് ഇന്ന ഭാഗത്തേക്ക് മാറ്റണം, ബാത്റൂം ആ സ്ഥലത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണം, ഫ്രണ്ടിലെ മതില് പൊളിക്കണം, അവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് വളച്ചു കെട്ടണം. ഒരു 1.5 ലക്ഷം റുപ്യന്റെ പണിയും അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല വിവരമുള്ള ആളാട്ടോ. പൈസ കൂടണം. ഒരു 1.5-2 ലക്ഷം റുപ്യന്റെ പണി ഇയാൾ പറയണം. സത്യത്തിൽ എന്താണ്? ഇവൻ ഈ പെരപ്പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പലിശക്ക് പണം വാങ്ങിയിട്ടുണ്ട്, ബ്ലേഡുകാരോട് പണം വാങ്ങിയിട്ടുണ്ട്, നിസ്കാരം കല ആക്കിയിട്ടുണ്ട്, പലരെയും വെറുപ്പിച്ചിട്ടുണ്ട്. ഈ കാരണമായിട്ട് അവൻ അല്ലാഹ് പരീക്ഷണങ്ങൾ കൊടുത്തതാണ്. രോഗങ്ങളായി, കഷ്ടപ്പാടുകളായി, പെരപ്പണിയുടെ തിരക്കുകൊണ്ട് കച്ചവടം വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അത് ലേശം ഡൗണായി. ഈ അവന്റെ പോരായ്മകളെല്ലാം മറച്ചു വെച്ച് എന്റെ പ്രവൃത്തി ദൂഷ്യമാണ്, എനിക്ക് അപകടമുണ്ടായത്, കരയിലും കടലിലും കുഴപ്പമുണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ മോശമാണ്. എന്റെ അമല് കുറഞ്ഞുപോയി, എന്റെ ജമാഅത്ത് മുടങ്ങിപ്പോയി, ഒരുപാട് പലിശയുമായി ബന്ധപ്പെട്ടു, അതുപോലെ കിട്ടാവുന്ന ബ്ലേഡിന്റെ പണമെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടുള്ള പരീക്ഷണമാണ്. എന്റെ പോരായ്മയാണെന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഒന്നും അറിയാത്ത കല്ലിനെയും മതിലിനെയും വാതിൽക്കട്ടിലിനെയും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മനുഷ്യൻ. ലക്ഷണക്കേട് നോക്കൽ. അധിക മനുഷ്യരും അതിൽ നിന്ന് ഒഴിവല്ല. നബിയുനാ റസൂലുള്ളാഹി ചില ആളുകൾക്കൊന്നൊരു നല്ല വഴിക്ക് പോകുമ്പോൾ അയൽവാസിയെ കണ്ടു, ഓളെ കണ്ടാല് ഇന്ന് ആ യാത്ര ശരിയാവില്ല, ചിലപ്പോ തിരിച്ചിട്ട് പോരുന്നല്ലോ. ഒരു മനുഷ്യനെ കണ്ടേ, അല്ലെങ്കിൽ ഒരു പൂച്ച ഇടയിലൂടെ ഓടിപ്പോയി, അല്ലെങ്കിൽ ഒരു പാമ്പ് ചേര പോയി, അപ്പൊ പറയുന്ന ഗുരുത്തം കിട്ടില്ല.
ഇത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചല്ല. നബി തങ്ങൾ എന്ത് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലക്ഷണക്കേടെന്ന് പറയുന്ന സംഗതിയില്ല. നിങ്ങളൊരു വഴിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ഷണക്കേടായി തോന്നുന്ന ഒരു കാര്യം, ചിലപ്പോൾ വഴിമടങ്ങുക, പേസ് എടുക്കാൻ മറന്നുപോയി, മൊബൈൽ എടുക്കാൻ മറന്നുപോയി, എന്നാൽ തിരിച്ചു വന്നിട്ട് അത് എടുത്തു കൊണ്ടുപോയാൽ ഇനി ഇന്ന് കുരുത്തം പിടിക്കൂല, എല്ലാം തകർന്നു തരിപ്പണമാക്കി നശിപ്പിച്ചു. എന്ത് നശിപ്പിച്ചു? തിരിച്ചു മടങ്ങി വന്നാൽ ഈ അന്ധവിശ്വാസമില്ലാത്തവരാരാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിനെ അലട്ടുന്ന രൂപത്തിൽ നടന്നുപോയ വഴിയിലൂടെ ഒന്ന് തിരിച്ചു വന്നിട്ട് മൊബൈൽ എടുത്തു പോവേണ്ട ഘട്ടം വന്നാൽ നിങ്ങളെ യാത്ര മുടക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ചേര പായുകയോ പൂച്ച മുറിച്ചു കിടക്കുകയോ വഴി മടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ ലക്ഷണക്കേടായി കാണണ്ട, മറിച്ച് ഇങ്ങനെ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ പടച്ചവനെ, ലാ ഖൈറ ഇല്ലാ ഖൈറുക, നിന്റെ നന്മകളല്ലാതെ നന്മകളില്ല റബ്ബേ, നിന്റെ ഖൈറുകളല്ലാതെ ഖൈറുകളില്ല. അതുപോലെ വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നിന്റെ ഭാഗത്തു നിന്നുള്ള ലക്ഷണക്കേടല്ലാത്ത വേറെ ലക്ഷണക്കേടില്ല റബ്ബേ. പൂച്ചപായ ലക്ഷണക്കേടല്ല, ചേര മുറിച്ചു കിടക്കൽ ലക്ഷണക്കേടല്ല റബ്ബേ, വഴിമടങ്ങൽ ലക്ഷണക്കേട്. ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്, ഞങ്ങളെ പ്രവർത്തി ദൂഷ്യം കാരണമായി നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ്. ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ഇലാഹില്ല റബ്ബേ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിന്നെ കൊണ്ടല്ലാതെ ഇളകാനും ചലിക്കാനും കഴിയില്ല റബ്ബേ, എല്ലാം നിന്റെ പ്രവർത്തിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കണേ നബിയുനാ റസൂലുള്ളാഹി. ലക്ഷണക്കേട് പറഞ്ഞ് വട്ടം കറങ്ങി ടെൻഷൻ അടിച്ച് ബേക്കോട്ട് പോവണ്ട, മുന്നോട്ട് നടന്നോ. ഒരു പ്രവൃത്തി നിർത്തിവെക്കണ്ട. ഒന്നും അറിയാത്ത മണ്ണിനെയും മതിലിനെയും കുറ്റം പറയണ്ട. മണ്ണും മതിലും അല്ല തെറ്റുകാരൻ, നമ്മളുടെ പോരായ്മയാണ്. നമ്മൾ അവരെ പഴിചാരും. മതിലിന്റെ കുഴപ്പമാണ്, ചുമരിന്റെ കുഴപ്പമാണ്, അവരെന്തറിഞ്ഞു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുറ്റങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ പറയാറുള്ളത് എന്താണ്? കാലത്തിന്റെ മോശം, മക്കള് മോശമായി, കള്ളുകുടിയന്മാരായി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃത്തികേടിൽപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദസ്സിൽ പറയാൻ പറ്റാത്ത പലതും ഈ സമുദായ അംഗങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും നമ്മൾ കേട്ടുവരാറുണ്ട്. അപ്പോഴും നമ്മൾ പറയലെന്താ? കാലം വളരെ മോശമായി, കാലം വളരെ മോശമായി പോയി. ആഖിർ സമാന്റെ മക്കളാണ്, ആഖിർ സമാന്റെ മക്കളാണ്, കാലം വളരെ മോശമായി പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഖുദ്സിയ ഹദീസിലൂടെ, ഇബ്നു ആദം എന്നെ ചീത്ത പറയുന്നു, അത് മനുഷ്യർക്ക് നല്ലതിനല്ല. പടച്ച റബ്ബ് പറയുകയാണ്, മനുഷ്യൻ അള്ളാഹിനെ ചീത്ത പറയുന്നു, അള്ളാഹിനെ ചീത്ത പറയണ്ട, അത് നിങ്ങൾക്ക് നല്ലതിനല്ല. എന്താ അള്ളാഹിനെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ അവർ കാലത്തെ ചീത്ത പറയുന്നു. കാലമെല്ലാം മോശമായി പോയി. ആഖിർ സമാന്റെ മക്കള് കാലം മോശപ്പെട്ട കാലം, കുരുത്തം കെട്ട കാലം, മോശപ്പെട്ട കാലം എന്ന് കാലത്തിനെ മോശം പറഞ്ഞിരുന്നു. അത് എന്നെ ചീത്ത പറയലാണ്. കാലം എന്ന് പറയുന്നത് ഞാനാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവുകളെയും പകലിനെയും മാറ്റിമറിച്ച് കാലഘട്ടങ്ങൾ ഉണ്ടാക്കുന്നവൻ ഞാനാണ്. അതിന്റെ പിന്നിൽ ഞാനാണ്. അതിനെ കുറ്റം പറഞ്ഞാൽ എന്നെ കുറ്റം പറയലാണ്. അള്ളാഹു ആകുന്ന എന്നെ കുറ്റം പറയൽ മനുഷ്യ മക്കൾക്ക് നല്ലതിനല്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാണ്. അല്ലേ? നമ്മുടെ കാലഘട്ടത്തിൽ കാലമൊക്കെ മോശമായിപ്പോയി. കാലത്തിന് എന്താ മോശം? നബിന്റെ കാലത്ത് 24 മണിക്കൂറാ ഒരു ദിവസത്തിന്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തിന് 29 അല്ലെങ്കിൽ 30 ദിവസം, ഇന്നും അങ്ങനെ തന്നെയാണ്. അല്ലേ? ഒരു കൊല്ലത്തിന് 12 മാസം, ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഒരു മണിക്കൂറിന് 60 മിനിറ്റ്. കാലത്തിന് എവിടെ കുഴപ്പം? നഈബു സമാനനാ വൽ ഐബു ഫീനാ വലാ ലിസമാനിനാ ഐബുൻ സിവാനാ. ഒരു മഹാനായ കവി പാടിയ പാട്ടാണത്. നഈബു സമാനനാ വൽ ഐബു ഫീനാ വലാ ലിസമാനിനാ ഐബുൻ സിവാനാ. നഈബു സമാനന, നമ്മൾ സമാനെ ഐബ് പറയുന്നു, സമാനെ കുറ്റം പറയുന്നു, കാലത്തെ കുറ്റം പറയുന്നു. നഈബു സമാനന വൽ ഐബു ഫീനാ, ഐബ് സത്യത്തിൽ നമുക്കാണുള്ളത്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാലം മോശമായി പോയി, കാലത്തെയാണ് ഐബ് പറയുന്നത്, കാലത്തെയാണ് ചീത്ത പറയുന്നത്. കാലത്തിനാണോ കുഴപ്പം, അതോ നിനക്കോ? നഈബു സമാനന വൽ ഐബു ഫീനാ, നമ്മൾ സമാനെ കുറ്റം പറയുന്നു, കുറ്റം സത്യത്തിൽ നമ്മൾക്കാണ്. വലാ ലിസമാനിനാ ഐബുൻ സിവാനാ,
വലാ ലിസമാനിനാ ഐബുൻ, നമ്മുടെ സമാനിക്ക് യാതൊരു ഐബുമില്ല, കാലഘട്ടത്തിനൊരു മോശവുമില്ല, കാലത്തിന് യാതൊരു പോരായ്മയുമില്ല. സിവാനാ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് നമ്മളെ കൊണ്ട് കാലത്തിന് മോശമായി എന്നല്ലാതെ കാലത്തിനെ കൊണ്ട് നമുക്ക് മോശമൊന്നും സംഭവിച്ചിട്ടില്ല. അത്ര നല്ല കവിതയാണത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു എന്നതുകൊണ്ട് നമ്മളെ കൊണ്ട് ആർക്ക് മോശമുണ്ടായി? കാലത്തിന് മോശമുണ്ടായി. കാലം നമ്മളെപ്പറ്റി സങ്കടം പറയും. പടച്ചോനെ, ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ നമ്മളെപ്പറ്റി കാലമാണ് അള്ളാഹിനോട് സങ്കടം പറയുന്നത്. രാത്രി സങ്കടം പറയുന്നു, പകല് സങ്കടം പറയുന്നു, ഭൂമി സങ്കടം പറയുന്നു, ആകാശം സങ്കടം പറയും. നബി മുഹമ്മദ് മുസ്തഫ, രാത്രിയും പകലും സാക്ഷികളാണ്. ഭൂമി സാക്ഷിയാണ്, ആകാശം സാക്ഷിയാണ്. ഇതൊക്കെ നമ്മളെപ്പറ്റി സങ്കടം പറയാണ്. പടച്ചറബിനോട് സങ്കടം പറയുമെന്നാണ്, കരയുമെന്നാണ്. നല്ല മനുഷ്യർ മരിക്കുമ്പം ഭൂമി കരയും. നോക്കൂ നിങ്ങൾ, അതൊക്കെ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു. കാലം എന്ന് പറഞ്ഞാൽ രാവും പകലുമാണ്. ഈ രാപ്പകലുകൾ മാറ്റിമറിക്കുന്നവൻ അല്ലാഹുവാണ്. സത്യത്തിൽ അവിടെ ഒന്നും കുഴപ്പമില്ല. രാത്രി സാക്ഷിയാണ്. രാത്രി നിങ്ങൾ ഒരു തിന്മ ചെയ്താൽ നാളെ പരലോകത്ത് ആ രാത്രി നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും. നിങ്ങൾക്കെതിരെ നന്മ ചെയ്താൽ നിങ്ങൾക്ക് അനുകൂലമായി, തിന്മ ചെയ്താൽ പ്രതികൂലമായി. പകൽ സമയത്ത് തെറ്റ് ചെയ്താൽ പകൽ സാക്ഷിയാണ്. ഭൂമിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ ഭൂമി സാക്ഷിയാണ്. ഭൂമി സാക്ഷിയാണ്. ഭൂമി നല്ലൊരു റെക്കോർഡറാണ്. ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭൂമി നല്ലൊരു റെക്കോർഡറാണ്. നമ്മൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും ഭൂമി റെക്കോർഡ് ചെയ്തു വെക്കുന്നു. നിങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് പോലെ ഇന്ന് എന്ത് കണ്ടാലും മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നു. നമ്മൾ ബോട്ടപകടം, ബസ് അപകടം, ബസ് പുഴയിലേക്ക് മറിഞ്ഞു, ജനങ്ങൾ വപ്രാളപ്പെട്ട് ഓടുമ്പോൾ മൊബൈൽ എടുത്തുകൊണ്ട് ചിത്രീകരിക്കുന്ന യുവാക്കൾ, പോലീസുകാരടക്കം പേപ്പറിൽ വന്നു അല്ലെ, പോലീസുകാരനുണ്ട്. ജനങ്ങൾ മുങ്ങി മരിക്കുമ്പോൾ ഇടങ്ങാറാവുമ്പോൾ പിടിക്കാം. അതുപോലെ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദയനീയത വരുമ്പോൾ, ഒരു വണ്ടി മറിഞ്ഞ് അപകടം പറ്റി കരയുമ്പോൾ ആ കരച്ചിൽ പിടിച്ചെടുക്കുന്നു ആസ്വദിക്കാൻ. എല്ലാം ആസ്വാദനം. നല്ലൊരു ക്യാമറക്കാരൻ, ഒരു നല്ലൊരു ചിത്രകാരനാവാൻ, ഒരു ക്യാമറക്കാരനാവാൻ മത്സരിക്കുന്ന നമ്മളെ മക്കൾ. അത്ഭുതങ്ങൾ കാണുമ്പോൾ അതിലൊന്നൊരു പുതുമയില്ല, അപകടങ്ങൾ കാണുമ്പോൾ പുതുമയില്ല. ഇതൊക്കെ ചിന്തിക്കാൻ പടച്ചവനെ അള്ളാഹു അതിൽ നിന്ന് രക്ഷിച്ചല്ല റബ്ബേ, ഇത് എനിക്കായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ ചിന്തിക്കേണ്ട സമയമാണ്. പക്ഷേ സിനിമകളും നാടകങ്ങളും കണ്ട് വെറും അഭിനയങ്ങൾ മാത്രം കണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും അഭിനയം പോലെയാണ്. ഇപ്പൊ കരയും. സീരിയൽ കണ്ടാൽ കരയുന്ന പെണ്ണുങ്ങളുണ്ട്. കരഞ്ഞ് തോർത്തുകൊണ്ട് പിയാ മാത്രം കരയും. എന്താ കാരണം? സീരിയൽ ഓൾ ഇഷ്ടപ്പെട്ട ഓള് തൂങ്ങിച്ചത്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് അഭിനയമാണ്, നാടകമാണ്. ഇങ്ങനെ അഭിനയങ്ങളും നാടകങ്ങളും മാത്രം ജീവിതത്തിന്റെ ഭാഗമായി മനസ്സിലാക്കി, അതുകൊണ്ട് ഒരു യഥാർത്ഥ അപകടം നടന്നാൽ പോലും അതൊരു സിനിമ കാണുന്നത് പോലെ, ഒരു നാടകം കാണുന്നത് പോലെ പകർത്താൻ മാത്രം ഹൃദയമില്ലാത്ത, ഹൃദയശൂന്യരായി ആധുനിക ലോകം മാറുകയാണ്. നോക്ക് നിങ്ങൾ, ക്രൂരമായ വിനോദം എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തൊരു ബസ് മറഞ്ഞിട്ട് ജനങ്ങളൊക്കെ മാനസികമായി തകരുന്ന സമയത്ത് ചെറുപ്പക്കാരൻ നിന്നിട്ട് അത് ക്യാമറയിൽ പകർത്തുന്ന രംഗം. പത്രം അതിന്റെ അടിയിൽ കൊടുത്ത കുറിപ്പതാണ് ക്രൂരമായ വിനോദം. സ്വന്തം സഹോദരങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ട് മുങ്ങി മരിക്കുന്ന ഘട്ടത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ട് എന്നറിയാതെ, ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടതെന്നറിയാതെ പുഴന്റെ വക്കത്തിരുന്ന് ജനങ്ങൾ കരയുമ്പോൾ അത് ക്യാമറയിൽ പകർത്താൻ മാത്രം ഹൃദയമില്ലാത്ത ഒരു ലോകം, ആധുനിക ലോകം പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. ഒക്കെ സിനിമകളും നാടകങ്ങളും പോലെ അത് കണ്ടും കേട്ടും അത് ജീവിതത്തിൽ പിടിച്ചു കഴിഞ്ഞു. യാഥാർത്ഥ്യങ്ങൾ കണ്ടാൽ പോലും അല്ലാഹുവിങ്കലേക്ക് മടങ്ങാൻ ഒരു മനുഷ്യൻ തയ്യാറല്ല. എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര ആപത്തുകൾ കാണുമ്പോ പടച്ചവനെ നീ എന്നെ രക്ഷിച്ചവനാണ്. ഇടിമിന്നൽ നോക്കൂ നിങ്ങൾ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എത്ര ആളുകൾ മരിച്ചു പോവാറുണ്ട്. കുടുംബത്തിൽപ്പെട്ട 4-5 ആളുകൾ ഒരുമിച്ച് മരണപ്പെട്ടു പോകുന്ന ഇടിമിന്നൽ. അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടാൽ നമുക്കെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? പടച്ചവനെ, ഞാൻ എത്ര ഇടിമിന്നൽ കണ്ടവനാണ്. എന്റെ ഈ വയസ്സിനിടയിൽ എത്ര ഇടിമിന്നൽ
മിന്നലുണ്ടായി. ഇതുവരെ എന്റെ രോമത്തിന് പോലും പോറലേൽപ്പിക്കാത്ത റബ്ബേ, എന്നെ രക്ഷിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹിലേക്ക് മടങ്ങേണ്ടവനാണവൻ. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്ത അവന് വരുന്നുണ്ടോ? വാഹനം വരുന്ന സമയത്ത് കൂട്ടിയിടിച്ചുകൊണ്ട് കുടുംബത്തിലെ 4 ആളുകൾ ഒരുമിച്ച് മരിച്ചുപോയി. പിഞ്ചോപന മക്കൾ മരിച്ചുപോയി. ഉപ്പ മരിച്ചതറിയാതെ മകനത് ആസ്പത്രിയിൽ കിടക്കുന്നു. ഭാര്യ മരിച്ചതറിയാതെ അപകടഘട്ടം തരണം ചെയ്യാതെ ഭർത്താവ് അവിടെ കിടക്കുന്നു. ഇങ്ങനെ കുടുംബം മുഴുവനും മരിച്ചു പോകുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈമാനുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, ആത്മീയത നഷ്ടപ്പെടാത്തവൻ അവർ ആലോചിക്കുക, പടച്ചവനെ, ഞാൻ എന്റെ കുടുംബത്തെയുമായി ഒന്നിച്ചെത്ര യാത്ര ചെയ്തവനാണ് റബ്ബേ. ഈ വയസ്സിനിടയിൽ തിരക്കുള്ള റോട്ടിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് റബ്ബേ. വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു പോറലേൽപ്പിക്കാതെ എന്നെ കാത്ത റബ്ബേ, നീ എനിക്ക് ചെയ്ത നിയാമത്ത് വലുതാണ് റബ്ബേ എന്നോർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ശുക്ർ കൊണ്ട് മടങ്ങേണ്ടവനാണ്. അതിനല്ലേ അല്ലാഹുത്തആല ഓരോന്ന് കാണിച്ചു തരുന്നത്. ഒരു കുടുംബത്തിലെ 4 ആളുകൾ ഒരുമിച്ച് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ എത്ര കുടുംബവുമായി വാഹനത്തിൽ പോയി. നിങ്ങൾക്കും അങ്ങനെ ഒരു അപകടം വരാൻ സാധ്യത ഉണ്ടായിരുന്നില്ലേ? പടച്ച റബ്ബിന്റെ കാവലാണ്. അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങളെ കാക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ആരാണ് രാവും പകലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യുന്നത്? അല്ലാഹു അല്ലാതെ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശുക്ർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങേണ്ടതിന് പകരം ഒരു 2 റക്അത്ത് നിസ്കാരം വർദ്ധിപ്പിക്കേണ്ടതിന് പകരം അതിനെപ്പറ്റി ബോധമില്ലാതൊക്കെ ചിത്രീകരിക്കാനാണ് എന്താണ് വഴി എന്ന് പറയുന്ന ആത്മാവില്ലാത്തൊരു ലോകത്തേക്ക് ആധുനിക ലോകം നീങ്ങുകയാണ്. അദാബ് സഹിക്കാൻ നീ ഒരുക്കമാണോ? എങ്കിൽ മാത്രം ധൈര്യം കാണിച്ചാൽ മതി. കള്ളുകുടിയന്മാർക്ക്, മയക്കുമരുന്നിന്റെ ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പാനീയമാണ് ഹമീം. കഴിഞ്ഞിട്ടില്ല, വേറെ സ്ഥലത്ത് അല്ലാഹു പറയുന്നത് ഹമീം എന്ന് പറയുന്ന വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടുമ്പോൾ അവർ ആമാശയങ്ങൾ കഷ്ണം കഷ്ണമായി പോകുന്നു. വേറെ സ്ഥലത്ത് അല്ലാഹു പറയുന്നു, എപ്പോഴും നിങ്ങൾ ഓതുന്ന വെള്ളിയാഴ്ച രാവും പകലും നിങ്ങൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നത് വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹൽ യശ്ഫിൽ വുജൂഹ ബിസശറാബ്. അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ആയത്താണ്. വയസ്തഗീസു, അവർ വെള്ളം ചോദിക്കുമ്പോൾ, പരവശരായി വെള്ളം ചോദിക്കുമ്പോൾ, യുഗാസു ബിമാഇൻ കൽമുഹലി, എണ്ണച്ചണ്ടി പോലോത്ത ഒരു പ്രത്യേകമായ വെള്ളം അവർക്ക് നൽകപ്പെടും. യശ്വിൽ വുജൂഹ്, ദാഹത്തിന്റെ കൊടുമ്പിരി കൊണ്ട് ചുട്ടുപൊള്ളുന്ന ഈ പാനീയം അവർ ചുണ്ടോടടുപ്പിക്കുമ്പോൾ മുഖത്തുള്ള മാംസവും കണ്ണുമെല്ലാം കരിഞ്ഞു പോകുന്നു. അത്ര കഠിനമായ ചൂടാണതെന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുകയാണ്. എല്ലാ വെള്ളിയാഴ്ച രാവും പകലും ഓതാൻ മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഓതുമ്പോൾ നിങ്ങൾ ആലോചിച്ചോതണം. ഈമാനെങ്ങാനും പിഴച്ചു പോയാൽ, അള്ളാഹുവിന്റെ ശാപവും കോപവും സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചാൽ കൊടുക്കുന്ന വെള്ളമാണത്. അവര് വെള്ളത്തിന് ആവശ്യപ്പെടുമ്പോൾ യുഗാസൂ ബിമാഇൻ, അവർക്ക് വെള്ളം കൊണ്ട് സഹായം നൽകപ്പെടും. എന്ത് സഹായം? കൽമുഹ്ലി, എണ്ണച്ചണ്ടി പോലോത്ത ഒരു പ്രത്യേക വെള്ളമാണ്. യശ്വിൽ വുജൂഹ്, അവന്റെ മുഖങ്ങളെ തന്നെ കരിച്ചു കളയുന്നു. വെള്ളപ്പാത്രം ചുണ്ടോടടുപ്പിക്കുമ്പോൾ മുഖം തന്നെ കരിഞ്ഞ് ഒലിച്ചു പോയാലും നരകത്തിന്റെ കൊടുമ്പിരി കൊണ്ട് വെള്ളം കുടിച്ചാൽ ഉൾഭാഗവും ഒലിച്ചു പോകും. ആർക്കാ സഹോദരന്മാരെ ഇതൊക്കെ സഹിക്കാനാവാ? ആർക്കാ ഇതൊക്കെ താങ്ങാനാവാ? അപ്പൊ നിസ്കരിക്കാൻ മടി, നോമ്പുൽക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി. ഇതൊക്കെ ഉള്ളവർ ആലോചിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മളെ കൂടുള്ള ആളുകൾ ഖബർ വരെ വരുള്ളൂ, അതിന്റെ അപ്പുറം വരൂല. ഖബറിന്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്വന്തമാണ്. ഈ അദാബൊക്കെ പടച്ച റബ്ബ് അവന്റെ ഖുർആനിലൂടെ പറഞ്ഞതാണ്. ഒരു കളവും പറയാത്ത ആദരവായ റസൂലുള്ള ഓതിക്കൊടുത്ത ആയത്തുകളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ വന്ന നിയമങ്ങളെ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. പരലോകത്ത് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് വളരെ ഭയപ്പാടോടുകൂടെ ആയിരിക്കണം ഒരു മുഅ്മിൻ. എപ്പോഴും അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തയിലായിരിക്കണം. രണ്ടാമത്തൊരു വെള്ളം മദ്യപാനികൾക്ക് കുടിപ്പിക്കപ്പെടുന്ന ഒരു വെള്ളം ഹമീമാണ്. രണ്ടാമതായി ദുനിയാവെന്ന് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്ന മദ്യം കഴിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പാനീയം സദീദ്. നേരത്തെ പറഞ്ഞില്ലേ, തുയ്നത്തുൽ ഖബാൽ, സദീദ് എന്ന് പറയുന്ന ചീഞ്ചലം കുടിപ്പിക്കും അവരെ.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്താണ് നബിയെ സ്വദീദ്? നരകത്തിൽ ജനങ്ങൾ ഇങ്ങനെ ഉരുകി ഒലിക്കുമ്പോൾ ഉരുകി ഒലിക്കുന്ന ജ്യൂസ് ഉണ്ട്, അതിങ്ങനെ ഉരുകി ഇങ്ങനെ പാനീയമായി തളച്ച വെള്ളമായി മനുഷ്യന്റെ മാംസം അവന്റെ ഉള്ളിലുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന സമയത്ത് അതാണ് കോപ്പയിൽ മുക്കിയിട്ട് മദ്യപാനികൾക്ക് കുടിപ്പിക്കുക. അല്ലാഹു ഹറാമാക്കിയ വൃത്തികെട്ട മദ്യം കഴിച്ചവനെ ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു പാനീയം ഇനി അവന് കുടിപ്പിക്കാനുണ്ടോ? അല്ലാഹു കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ, അല്ലാഹു തൊട്ടുപോവാൻ പാടില്ലെന്ന് പറഞ്ഞ വസ്ത്രത്തിലൊരു തുള്ളിയായാൽ കാഷ്ടവും മൂത്രവും കഴുകും പോലെ കഴുകേണ്ടത് അതൊന്നും വിലവെക്കാതെ ദുനിയാവിലെ നശ്വരമായ സുഖത്തിന് വേണ്ടി കുടിച്ചവനെ നിന്നെ നാളെ പരലോകത്ത് കാത്തിരിക്കുന്നത് നരകത്തിൽ കത്തിയെരിയുന്ന ആളുകളുടെ ചീഞ്ചലം ഒഴുകുന്നതാണ് കോപ്പയിലാക്കി നിന്നെ കുടിപ്പിക്കുന്നത്. അതെങ്ങനെ കുടിക്കാൻ കഴിയാ? ഖുർആൻ തന്നെ പറയുന്നു നോക്കി നിങ്ങൾ. അള്ളാന്റെ ഖുർആനിൽ പടച്ചോൻ തന്നെ കുടിക്കുന്ന രംഗം പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ ചീഞ്ചലം, അതിന്റെ ദുർഗന്ധം, അതിന്റെ ചൂട്? മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ ഉരുകിയൊലിക്കുന്നത് കുടിക്കുന്നത്. ചിന്തിക്കാൻ പോലും കഴിയില്ല. നമുക്ക് ഖുർആൻ തന്നെ പറയുന്നു നോക്കൂ നിങ്ങൾ. യുസ്ഖാ മിൻ മാഇൻ സ്വദീദ്, ചീഞ്ചലം എന്ന് പറയുന്ന വെള്ളം അവന് കുടിപ്പിക്കപ്പെടും. സ്വദീദ്, ചലം നിറഞ്ഞിട്ടുള്ള ഒരു തരം വെള്ളം, ചലം നിറഞ്ഞിട്ടുള്ള മനുഷ്യന്റെ ശരീരം ഒഴുകിയൊലിക്കുന്ന വെള്ളം അവന് കുടിപ്പിക്കപ്പെടും. യതജറഉഹു, അവനതിനെ അല്പാൽപമായി ഇറക്കിക്കൊണ്ടിരിക്കും. ഒന്നിച്ച് ജ്യൂസ് കുടിക്കും പോലെ കുടിക്കാൻ കഴിയൂലേ? ഇറക്കും ഓക്കാനം വരും, ഇറക്കും ഓക്കാനം വരും. ഈ രൂപത്തിൽ അല്പാൽപമായിട്ട് അവനത് കുടിക്കണം, കുടിച്ചേ പറ്റൂ. അപ്പൊ അത് കുടിപ്പിക്കുന്ന സമയത്ത് അവൻ വളരെ പ്രയാസത്തോടുകൂടെ അതിനെങ്ങനെ ഇറക്കും. വലായകാദു യസീഹു, അതവന്റെ തൊണ്ടേന്നങ്ങ് ഇറങ്ങാൻ അനുവദിക്കില്ല. തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങിക്കിട്ടൂല. എന്നാലും കഠിനാധ്വാനം ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്നു അതിന്റെ പ്രയാസം. അല്ലാഹു തആല പറയുന്നു ആ കുടിക്കുന്ന കോലം, വയതീൽ മൗതു മിൻ കുല്ലി മക്കാൻ, നാനാ ഭാഗത്തുനിന്നും മരണം അവനെ പിടികൂടുന്നത് പോലെ. ഒരു മരണമല്ല, എല്ലാ ഭാഗത്തുനിന്നും കൂടി മരണം പിടിച്ചു വലിക്കുന്നത് പോലെയാണ് ചീഞ്ചലം എന്ന് പറയുന്ന വെള്ളം അവൻ കുടിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടിക്കണ രംഗം പറയണ്ട ഖുർആൻ. യകാദു യസീഹു യതജറഉഹു, അതിനെങ്ങനെ അല്പാൽപമായി ഇറക്കും അവൻ. വയതീഹിൽ മൗതു മിൻ കുല്ലി മക്കാൻ, നാനാ ഭാഗത്തുനിന്നും മരണം വരുന്നത് പോലെയാണ് അവൻ കുടിക്കുന്നത്. കഷ്ടപ്പാടോ? നാനാ ഭാഗത്തുനിന്നും മരണം വരുന്നത് പോലെ. എന്നാൽ വമാഹു ബിമയ്യിത്തിൻ, അവൻ മരിക്കയില്ലതാനും. നാനാ ഭാഗത്തുനിന്നും മരണം വരുന്നത് പോലെയാണ് അത് കുടിക്കുമ്പോൾ അവനിക്ക് അനുഭവപ്പെടുക. പക്ഷേ അവനിക്ക് മരണമില്ല. ആ രൂപത്തിൽ അവനെ കുടിപ്പിക്കും അത്. ദുനിയാവെന്ന് കുടിക്കുമ്പോഴും ഉണ്ട് അതിന്റെ ഒരു കോലം. കള്ളെല്ലാം കുടിക്കാൻ കണ്ണെല്ലാം ചിമ്പിട്ട് അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ നല്ലതാണ് എന്ന നിലക്കാ കൂടി ഉണ്ടായി അല്ലേ? മദ്യം കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉള്ള സാധനം എന്നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളാരും തൊട്ട് നോക്കിയിട്ടില്ല. അപ്പൊ കള്ളുകുടിയന്മാരെങ്ങനെ കുടിക്കുക? വളരെ പ്രയാസപ്പെട്ടാണ്ട് ഇറക്ക് തന്നെയാണ്. അവർക്ക് അല്ലാഹു തആല അതേ ജാതി സ്വദീദ് എന്ന് പറയുന്നത് 4 ഭാഗത്തുനിന്നും മരണം വന്ന് പിടിച്ചു വലിക്കും പോലെയാണ് അത് കുടിക്കുക. അത്ര പ്രയാസമാണ്. ഇതൊക്കെ സഹിക്കാൻ കഴിയുന്ന ആള് ചുണ്ടിങ്ങനെ ഒടിച്ചു വെച്ചോ? ഇതൊക്കെ സഹിക്കാൻ കഴിയുന്ന ആള് കുടിച്ചോ? കയ്യിട്ട് തിരുമ്പിയിട്ട് വെക്കല് എന്തെല്ലാം കോലത്തിലാന്നറിയാം. വേണ്ടാത്തതിനോട് മനുഷ്യർക്കുള്ളൊരാശ നോക്കൂ നിങ്ങൾ. ഇത്ര കടുപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആദരവായ റസൂലുള്ള പഠിപ്പിച്ചെന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ റഹ്മാനും റഹീമുമായ റബ്ബ്, അങ്ങേയറ്റത്തെ കാരുണ്യവാനായ റബ്ബ് നാളെ നിങ്ങൾക്ക് അദാബ് വരാതിരിക്കാൻ വേണ്ടി ഇത്ര സൂക്ഷ്മതയോടുകൂടെ പറഞ്ഞ് ഖുർആൻ ഇറക്കി തന്നിട്ട് അതെല്ലാം പുറങ്കാല് കൊണ്ട് തട്ടിയിട്ട് ഇതിന്റെ പിറപക്ക് പോകുന്ന മനുഷ്യ ഒന്ന് ആലോചിച്ചു. ഈ അദാബ് നിനക്ക് താങ്ങാൻ കഴിയുമോ? ഈ അദാബ് നിനക്ക് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെ ചാവിയാണ്. മറ്റു തെറ്റുകളല്ല. കൊലപാതകം അത് അവിടെ തീർന്നു. പലിശ അതവിടെ നിന്നു. മദ്യം അങ്ങനെയല്ല. മദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളും ഒരു റൂമിലിട്ട് പൂട്ടിയിട്ട് അത് തുറക്കാനുള്ള താക്കോലാ മദ്യം. ഈ മദ്യമാകുന്ന താക്കോല് കൊണ്ട് ഇങ്ങ് തുറന്ന് പാപങ്ങളാകുന്ന റൂമിലേക്കാണ് കയറിയാൽ എന്ത് പാപം.
എന്തും ചെയ്യാൻ ധൈര്യം കൊടുക്കുന്ന സാധന താക്കോല്, തിന്മകളുടെ താക്കോൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അത്ര ഭംഗിയായി ആരാ പറഞ്ഞു? എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം. മദ്യം കൊണ്ട് ഒരു തെറ്റല്ലേ ഉണ്ടാകുന്നത്, എണ്ണിയാൽ തീരാത്ത അനവധി തെറ്റിന്റെ പരമ്പരകൾ സൃഷ്ടിക്കപ്പെടുകയാണ് മദ്യം. തെറ്റുകളുടെ പരമ്പരകൾ ചാവിയാണ്. അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് ഇന്റർനെറ്റ് കയറുമ്പോൾ അങ്ങനെ കയറി പോകാം, എവിടെ എത്താം. തുറന്ന് ചാവി നമ്മളെ കയ്യിലാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ അതാണ്. ഒരു സംഭവം പറഞ്ഞോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്, അന്ന മലിക്കൻ മിൻ ബനി ഇസ്രായേല, ബനൂ ഇസ്രായേലികളിൽപ്പെട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. ധിക്കാരിയായിരുന്നു, തമ്മാടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കഥയാണ്. രാജാക്കന്മാർക്ക് ചില ഹോബികൾ ഉണ്ടാകും, തമാശകൾ ഉണ്ടാകും. നിങ്ങൾ വായിച്ചില്ലേ ചരിത്രത്തിലൊക്കെ? വിശന്നു വലഞ്ഞ സിംഹത്തിന് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പിടിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിംഹം ആ മനുഷ്യനെ കടിച്ചു കീറുന്നത് കാണുമ്പോൾ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുക, അല്ലേ? ഇതൊക്കെ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ചില രാജാക്കന്മാരുടെ ഹോബിയാണ്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുമ്പൊരു രാജാവ് ഉണ്ടായിരുന്നു ബനി ഇസ്രായേലികളിൽ. ആ ബനി ഇസ്രായേലികളിൽപ്പെട്ട രാജാവ് ഒരു നല്ല മനുഷ്യനെ പിടിച്ചു കൊണ്ടുവന്നു. ആ മനുഷ്യനെ ദ്രോഹിക്കുന്ന രൂപം എങ്ങനെയെന്നറിയാമോ? ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളെ ദ്രോഹിക്കുന്ന രൂപം, അയാളുടെ മുമ്പിൽ മദ്യത്തിന്റെ കുപ്പി വെച്ചു. ഒരു സുന്ദരിയായ പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തി. അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യൻ, ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തി. പന്നി മാംസം വേവിച്ചു കൊണ്ടുവച്ചു. ഇവൻ ഒരു മുസ്ലിമാണ്, ഞാൻ പന്നി മാംസം കഴിക്കാത്തവനാണ്, ഞാൻ മദ്യം കഴിക്കാത്തവനാണ്, ഞാൻ ഒരിക്കലും കൊലപാതകം ചെയ്യുകയില്ല, വ്യഭിചരിക്കയില്ല. ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ അതാണ്. അവവിശ്വാസിയായ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വക വസ്തുക്കളെല്ലാം നിരത്തി വെച്ചു. ചില തമ്മാടികളുണ്ടാവും അങ്ങനെ. ഈയിടയ്ക്ക് നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിച്ചു, അല്ലേ? പേപ്പറിൽ വായിച്ചില്ലേ? നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിക്കുക. എന്ത് നോമ്പടാ മുറിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നോമ്പ് മുറിച്ചതൊക്കെ ചിലപ്പോൾ പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. എന്നതുപോലെ ഒരു രാജാവ് പന്നിമാംസം കഴിക്കാത്ത, വ്യഭിചരിക്കാത്ത, കള്ളു കുടിക്കാത്ത ഒരു നല്ല മനുഷ്യനെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്നിരിക്കൽ നീ മദ്യപിക്കണം. അയാൾ പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ മദ്യപിക്കൂല. ഉള്ളും പുറവും ഒരുപോലെ അശുദ്ധമാകുന്നതാണ്, എന്റെ സൃഷ്ടാവിനെ മറപ്പിക്കുന്ന പാനീയമാണ്, ഞാൻ മദ്യപിക്കയില്ല. എന്നാ പിന്നെ ഈ സുന്ദരിയുമായി നീ വ്യഭിചരിക്കണം, എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഞാൻ എൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധനായ റബ്ബിങ്കിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് വ്യഭിചാരത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാനേ ആവില്ല. എന്നാ പിന്നെ പറഞ്ഞു, ഒരു കുട്ടിയുണ്ട്, വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്, ആ കുട്ടിയെ കൊലപ്പെടുത്തി തരണം. ഒരു ശല്യമായി വന്ന കുട്ടിയെ നീ കൊന്നുകളയണം. അദ്ദേഹം പറഞ്ഞു, കൊലപാതകം ചിന്തിക്കാനേ ആവില്ല, അതുകൊണ്ട് ഞാൻ കൊലപാതകം ചെയ്യില്ല. എന്നാ പോട്ടെ, ഈ പന്നി മാംസം കഴിക്കണം. അയ്യോ, കേൾക്കുമ്പോൾ തന്നെ അറപ്പാണ്, വെറുപ്പാണ്. പന്നി മാംസം കഴിക്കുകയോ? അയാൾ മടിച്ചു നിന്നു. ഇതിനൊന്നും സാധ്യമല്ലെങ്കിൽ ഈ മനുഷ്യന് തലവെട്ടുക. അയാളെ തലവെട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരും അയാളെ കൊല്ലാൻ പോവാണ്. അങ്ങനൊരു ഘട്ടം വന്നാൽ ഒരു വലിയ മുസീബത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെറുതെന്തെങ്കിലും ചെയ്യാം, അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ നിന്നെ കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആലോചിച്ചു, പടച്ചവനെ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്നെ തലവെട്ടിപ്പോകും. അല്ലാഹുവിനിക്ക് ദിക്ർ ചെല്ലുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആ മനുഷ്യനെ കൊല ചെയ്യപ്പെടും. അദ്ദേഹം ആലോചിച്ച്, ഞാൻ എന്ത് ചെയ്യണം? വ്യഭിചരിക്കുക, ചിന്തിക്കാനാവുന്നില്ല. അതല്ലെങ്കിൽ പന്നിമാംസം കഴിക്കുക, ഓർക്കാനേ പറ്റുന്നില്ല. ഒരു മനുഷ്യനെ കൊല്ലുക, ഉറുമ്പിനെ പോലും കൊല്ലാൻ മടിക്കുന്ന ആളൊരു മനുഷ്യനെ കൊല്ലും. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫഖയ്യറഹു, അവനിക്ക് രാജാവ് ഖിയാർ കൊടുക്കുന്നു. ബൈന യശ്റബൽ ഖംറ, ഒന്നിരിക്കൽ കള്ളു കുടിക്കണം, ഔ യഖ്തുല നഫ്സ, അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലണം, ഔ യസ്നിയ, അല്ലെങ്കിൽ വ്യഭിചരിക്കണം, ഔ യഅ്കുല ലഹ്മൽ ഖിൻസീരി, അല്ലെങ്കിൽ പന്നിമാംസം കഴിക്കണം, ഔ യഖ്തുലുഹു ഇൻ അബാ, ഇതിന് സാധ്യമല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ വഖ്താറൽ ഖംറ, അദ്ദേഹത്തിന് തോന്നി ലളിതമായത് മദ്യം കഴിക്കാം. അപ്പൊ അത്ര കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്നെ കൊല്ലും. മറ്റേ വ്യഭിചാരത്തെക്കാൾ നല്ലത്, പന്നി മാംസത്തെക്കാൾ നല്ലത്, കൊലപാതകത്തെക്കാൾ നല്ലത് തൽക്കാലം അല്പം മദ്യം കഴിച്ചേക്കാം, എങ്കിൽ ഇവന്റെ ഷെറിന് രക്ഷപ്പെടാമെന്ന് കരുതി ആ മനുഷ്യൻ ഒരു ഗ്ലാസ് മദ്യം കുടിച്ചു. രാജാവ് നിർബന്ധിച്ചപ്പോൾ അത് കഴിച്ചു. അവിടെ നശിപ്പിക്കാനുള്ള ശ്രമമാണ്. മദ്യം കഴിച്ചൊരു ഗ്ലാസ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മുപ്പര് പറഞ്ഞു, ലേശം കൂടി കൊണ്ടാന്നാണ്. കുറച്ചും കൂടി കൊടുത്ത്, പിന്നെയും പറഞ്ഞു കുറച്ചും കൂടി താന്നു, കുറച്ചും കൂടി കൊടുത്തു.
അങ്ങനെ ഇയാൾ ബുദ്ധി നഷ്ടപ്പെട്ടു. സുന്ദരിയെ കാണിച്ചു കൊടുത്തു. അയാൾ അവളെയും കൂട്ടി റൂമിലേക്ക് പോയി. അതും കഴിഞ്ഞ് വന്നപ്പോ ആ കൊലപാതകം കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഈ കുട്ടിനെ കൊന്നു തരണം. യാതൊരു മടിയുമില്ലാതെ ആ കുട്ടിയെ അയാളെ ഞെരിച്ചു കൊലപ്പെടുത്തി. പന്നി മാംസം കാണിച്ചു കൊടുത്തു. പന്നി മാംസവും കഴിച്ചു. എല്ലാം കഴിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ രാജാവ് ആ മനുഷ്യനോട് പറഞ്ഞു, എവിടെ പോയി നീയല്ലേ വലിയ ആദർശധീരനായി നടന്നത്? നീ ചെയ്യില്ല എന്ന് പറഞ്ഞ സർവ്വകാര്യങ്ങളും നീ ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് ഇയാൾക്ക് ബോധം വരുന്ന ആൾ മരിച്ചു കിടക്കുന്നു, ഞാൻ കൊന്നതാണ്, വ്യഭിചാരം നടന്നിരിക്കുന്നു, മദ്യം കഴിച്ചിരിക്കുന്നു, എല്ലാം ചെയ്തിരിക്കുന്നു. മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ ഷർറിന്റെയും ചാവിയാണ്, എല്ലാ തിന്മകൾക്കും ധൈര്യം കൊടുക്കുന്ന ചാവിയാണ് കള്ളെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണത്. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത കഥയാണ്. ഇതുപോലത്തെ ഒരു കഥ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് അതിന്റെ അവസാനം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇദ്മാനുൽ ഖംരി ലാ യജ്തമിഉ ഈമാനും വ ഇദ്മാനുൽ ഖംരി ഫീ സ്വദിരി റജുലിൻ അബദാ. മദ്യവും ഈമാനും ഒരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടുകയില്ല. ഉറപ്പിച്ചോ, കള്ളും ഈമാനും ഒരിക്കലും ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് മറ്റേനെ കുത്തി പുറത്താക്കും. അത് രണ്ടും കൂടി രാവും പകലും എങ്ങനെ ഒരുമിച്ചുണ്ടാവാം? ഇപ്പൊ രാത്രിയാണ്, ഇപ്പൊ തന്നെ പകലുമാണ്, വെളിച്ചമാണ്, ഇരുട്ടാണ്, വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടുന്നില്ല എന്നതുപോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനും മദ്യവും രണ്ടും കൂടി ഒരുമിച്ച് വരില്ല. ഒന്നിനെ കുത്തി പുറത്താക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഹദീസാണത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈമാനും കള്ളും കൂടി ഒരുമിച്ച് കൂടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ അതേ അർത്ഥത്തിൽ മറ്റൊരു ഹദീസ്, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും കള്ള് കുടിച്ചാൽ, കള്ള് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട തെങ്ങിന്റെ കള്ള് ഷാപ്പ് എന്ന് കുടിക്കണാണ് മദ്യം എന്നർത്ഥം. നമ്മൾ സാധാരണ കള്ളുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയുന്നൊരു ചങ്ങായിണ്ട്, ഓനെ കള്ളുകൂടി എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. എടാ ഞാൻ കള്ളല്ല കുടിച്ച്, ഞാൻ 600 റുപ്യൻ്റെ കുടിച്ച്, അല്ലെങ്കിൽ 750 റുപ്യൻ്റെ കുടിച്ച്. കള്ളുകൂടി എന്ന് പറഞ്ഞാൽ ദേഷ്യ, അത് ചെറിയ പൈസ ഉണ്ടല്ലേ, മൂപ്പര് വലിയ കാശിൻ്റെതാ കുടിച്ചത്. കള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നൊരു ശൈലിയായതുകൊണ്ട് പറയാന്നുള്ളൂ. കള്ള്, മയക്കുമരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയെ തളർത്തുന്ന, ബുദ്ധിയെ മൂടുന്ന എല്ലാമാണ് ഈ പരിധിയിൽ വരുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും മദ്യം കഴിച്ചാൽ ഖറജ നൂറുൽ ഈമാൻ മിൻ ജൗഫിഹി, ഈമാനിന്റെ പ്രകാശം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്താകും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രകാശം. അതിന്റെ കണക്ഷൻ എവിടുന്നാ കിട്ടേണ്ടത്? അല്ലാഹുവിങ്കൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകുന്ന ഒരു കണക്ഷനാണ് ഈമാൻ. അതൊരു പ്രകാശമാണ്. ഈമാൻ പ്രകാശമാണ്. നൂറുൽ ഈമാൻ, ഈമാന്റെ പ്രകാശം. ഈമാൻ പ്രകാശമാണ്. അല്ലാഹു പ്രകാശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ്. മലായിക്കത്ത് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. ഇൽമ് പ്രകാശമാണ്. ഇൽമ്, അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. മലായിക്കത്ത് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ പ്രകാശമാണ്. ഈമാൻ പ്രകാശമാണ്. ഈ പ്രകാശങ്ങളെല്ലാം തമ്മിലുള്ള ഒരു ഒരുമയാണ്. അതാണ് ഒരു മുസ്ലിം. ഈ പ്രകാശങ്ങളെല്ലാം കൂടുന്ന ഒരു മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന് പറയുന്ന കണക്ഷൻ, ഒരു പ്രകാശത്തിന്റെ കണക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. മദ്യം കഴിച്ചാൽ ആ കണക്ഷൻ വിച്ഛേദിക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. ആ കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. അതിന്റെ ശേഷം 40 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ആ മനുഷ്യൻ മരിച്ചു പോയാൽ ഈമാനില്ലാതെ മരിച്ചു പോകുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. കടുപ്പ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാം, മദ്യപാനികളെ കബറടക്കിയാൽ കിബിലക്ക് നേരെ തിരിഞ്ഞു കിടക്കൂലെന്ന്. കബറിലാണ് വെച്ച് മൂടുകല്ല് വെച്ചാൽ ഒരൊറ്റ മറിച്ചിൽ തിരിച്ചു മറിയും. കിബില ഭാഗത്തേക്ക് പിൻഭാഗമാക്കിയാ കിടക്കുക. അള്ളാന്റെ ദീനെ നിസാരപ്പെടുത്തിയവൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ നിസാരപ്പെടുത്തിയവൻ, പാടില്ലെന്ന് പറഞ്ഞ മദ്യത്തിനടിമപ്പെട്ടവൻ,
ജീവിതകാലം മുഴുവനും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ഒരാള് കിബില കൊള്ള തിരിഞ്ഞു കിടക്കാനുള്ള തൗഫീക്ക് പോലും ഉണ്ടാവില്ല. അവനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, മൂടുപലക വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിബിലക്ക് എതിർവശത്തേക്ക് അവൻ തിരിഞ്ഞു കിടക്കും, കടത്തപ്പെടും. അവനെ കിബില കൊള്ള പരിശുദ്ധമായ കഅബാലയം കൊള്ള തിരിഞ്ഞു കിടക്കാനുള്ള സൗഭാഗ്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, നിങ്ങൾക്ക് എന്താ സംശയം? നിങ്ങളൊരു കള്ളുകുടിയൻ മരിച്ചിട്ട് വിവരം പറ. ഒരു കള്ളുകുടിയൻ മരിച്ചിട്ട് എന്നോട് വിവരം പറയണം, എന്നിട്ട് നിങ്ങൾ അവനെ മറവ് ചെയ്യണം, എന്നിട്ട് എന്നെ നിങ്ങളൊരു മരത്തുമേൽ കെട്ടിയിടണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇന്നലെ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന മഹാൻ, ബദർ യുദ്ധത്തിലും എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത മഹാൻ. സുബഹിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ദുആ കിട്ടാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടും. കുടുംബബന്ധം മുറിച്ചവർ എഴുന്നേറ്റ് പോയാൽ ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞ മഹാനായ സ്വഹാബി ഈ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, ഒരു മദ്യപാനി മരിച്ചാൽ നിങ്ങൾ അവനെ മറവ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് ഒരു മരത്തിൽ കെട്ടിയിടണം, ബന്ധിക്കണം, എന്നിട്ട് ഖബർ മാന്തിയതിന്റെ ശേഷം കിബിലക്ക് എതിരായാണ് അവൻ ചെരിഞ്ഞു കിടക്കുന്നതെങ്കിൽ കിബിലയിൽ നിന്ന് അവനെ പാടുമറിക്കപ്പെട്ടിരിക്കുകയാണ്. കിബില കൊള്ള പിൻഭാഗമാകുന്ന രൂപത്തിലാണ് അവൻ കിടക്കുക. അങ്ങനെയല്ലാതെ കണ്ടാൽ നിങ്ങൾ എന്റെ തലവെട്ടിക്കൊള്ളൂ. എന്നെ കെട്ടിട്ടോ, എന്നെ കെട്ടിയിട്ടിട്ട് ഖബർ മാന്തും. എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ കിബില കൊള്ള പിന്തിരിഞ്ഞല്ല അവൻ കിടക്കുന്നതെങ്കിൽ എന്റെ തലവെട്ടിക്കളയോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാറുണ്ട്. അത്ര ഉറപ്പാണ്. അത്രയും അല്ലാഹു വെറുക്കുന്ന മനുഷ്യൻ കിബില കൊള്ള തിരിഞ്ഞു കിടക്കാനുള്ള തൗഫീക്ക് പോലും ഉണ്ടാവില്ല. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന മുസീബത്തുകൾ ചെറുതല്ല കേട്ടോ. അതിന്റെ ഗൗരവമൊന്നും പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മദ്യപാനം എന്ന് പറയുന്ന ഒരു തമാശയാണെന്ന് വിചാരിക്കേണ്ട, തമാശക്കളിയല്ലത്. അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ എത്ര വലുതാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട മഹാന്മാർ രേഖപ്പെടുത്തിയ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, മദ്യം കഴിച്ചാൽ ഉണ്ടാകുന്ന 10 ആപത്തുകൾ. ചുരുക്കി പറയാൻ 10 മനസ്സിലവിടെ നോട്ട് ചെയ്തോ, ഒരു നിമിഷത്തിലും പിടുത്തം വിട്ടു പോകരുത്. 10 അതിന്റെ ദൂഷ്യഫലങ്ങൾ. ഒന്നാമത്തേത് യസീറു ബി മൻസിലത്തിൽ മജ്നൂൻ, അവൻ ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക് മാറും. കള്ളുടിയന്മാരെ കണ്ട ഓല നടത്തെല്ലാം കണ്ടില്ല നിങ്ങൾ? ആടി ഉലഞ്ഞ് എത്ര വലിയ നാഷണൽ ഹൈവേ ആണെങ്കിലും നടക്കാൻ വീതി മതിയാവില്ല. എന്താണാ പോക്ക്, എന്താണാ വരവ്, വെള്ളത്തിൽ ബ്ലേഡിട്ട മാതിരി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ പോകുന്ന കക്ഷികൾ മാത്രമല്ല, ഭ്രാന്തനാണ് അവൻ. ബഹുമാനപ്പെട്ട ഇബ്നു അബുദ്ദുന്യ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാനൊരു കള്ളുകുടിയനെ കണ്ടൊരിക്കൽ ബഗ്ദാദിലെ വഴിയിൽ കിടക്കുന്നു. ഇബ്നു അബുദ്ദുന്യ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ ബഗ്ദാദിലൂടെ പോകുമ്പോൾ ഒരു വഴിയിൽ കള്ളുകുടിയൻ കിടക്കുന്നുണ്ട്. യബൂലു മൂപ്പരിങ്ങനെ മൂത്രമൊഴിക്കുന്നു. മൂത്രമൊഴിക്കുന്നത് കയ്യിലേക്കാണ്. എന്നിട്ട് ആ കയ്യിലേക്ക് മൂത്രമൊഴിച്ചിട്ട് മുഖത്തിങ്ങനെ തടവുന്നു, നെഞ്ചിലിങ്ങനെ തടവുന്നു. എന്നിട്ട് ആള് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജിഅൽനീ മിനൽ തവ്വാബീൻ വജിഅൽനീ മിനൽ മുതതഹിരീൻ. പടച്ചവനെ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ. പടച്ചവനെ, തവ്വാബീങ്ങളുടെ കൂട്ടത്തിലും വൽ മുതതഹിരീൻ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും പെടുത്തണേ. സംസം വെള്ളത്തെ തൊട്ട് തുടക്കണ മാതിരി മൂപ്പര് പാത്തിയിട്ട് എന്ത് ചെയ്യുക, മുഖത്തിങ്ങനെ തുടക്കിട്ട് നെഞ്ചത്ത് തുടക്കണ ബർക്കത്തിനെ തേച്ച് കേട്ട് അല്ലാഹുമ്മ ജിഅൽനീ മിനൽ തവ്വാബീൻ വജിഅൽനീ മിനൽ മുതതഹിരീൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇബ്നു അബുദ്ദുന്യ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാം. ഇപ്പൊ ഭ്രാന്തനെ പോലെയാവും. അദ്ദേഹം തന്നെ പറയുന്നു, മറ്റൊരു സമയത്ത് ഒരു കള്ളുകുടിയൻ ഛർദ്ദിച്ച് കിടക്കുന്നു. നല്ലോണം കുടിച്ചാൽ അങ്ങോട്ട് ഛർദ്ദിക്കും, ബിരിയാണി അതിൻ്റെ ഒപ്പമുള്ള അടക്കം. ഓൽക്ക് അതൊക്കെ രസാണ്. കള്ളു കുടിച്ച് ഇങ്ങനെ ഛർദ്ദിച്ച് കിടക്കുന്ന സമയത്ത് ഒരു നായ വന്നു. നായ വന്നിട്ട് അദ്ദേഹത്തിന്റെ ചുണ്ടും താടിയും ഇങ്ങനെ നക്കി വൃത്തിയാക്കുകയാണ്. ഇയാള് കിടക്കല്ലേ, മദ്യപിച്ചുകൊണ്ട് ഛർദ്ദിച്ച് ചത്ത് കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. യാതൊരു അനക്കവുമില്ല. വണ്ടിയിലൊക്കെ പോകും, മാഹിയിലൊക്കെ കാണാൻ അങ്ങനെ സൈഡിന് കിടക്കണം. മാഹിയിലെത്തി കഴിഞ്ഞാൽ 2 സൈഡുണ്ട്. വെള്ളം കിട്ടാതെ മരിച്ചാലും ആ സാധനം കിട്ടാതെ മരിക്കൂല. അവിടെ ഇതിനകത്ത് ഉണ്ട്, അവിടെ അത്ര കുപ്പിയിൽ. അപ്പൊ ആ രൂപത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഛർദ്ദിച്ച് കിടക്കുകയാണ്. ഒരു നായ വന്നിട്ട് അദ്ദേഹത്തിന്റെ താടിയും ചുണ്ടും ഇങ്ങനെ നക്കി വൃത്തിയാക്കുകയാണ്. നായ ഇങ്ങനെ നക്കി വൃത്തിയാക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയാണ്, യാ സയ്യിദി ലാ തുഫ്സിദിൽ മിന്ദീൽ, എന്റെ യജമാനനെ ടവല് നാശാക്കണ്ട, ടവല് കേടിരുത്തണ്ട. നായി നക്കുമ്പം പറയാൻ ടവല് നാശാക്കല്ലേ. ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ കുട്ടികൾക്ക് ചിരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കള്ള് കുടിച്ചുകൊണ്ട് കാശ് കൊടുത്തുകൊണ്ട് ഭ്രാന്ത് വിലക്ക് വാങ്ങുന്നു. അതാണ് ഒന്നാമത്തെ ദൂഷ്യം. ഭ്രാന്തനായി മാറുന്നു. എല്ലാവർക്കും പരിഹാസം.
ഭ്രാന്തനാണ്. കാശ് കൊടുത്തിട്ട് വാങ്ങുന്ന ഭ്രാന്ത് ഒന്ന്. രണ്ടാമത്തേത് പറയുന്നത് മുത്ലിഫത്തുൽ മാലി വ മുദ്ഹിബത്തുൽ അഖ്ലി. അത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ ശൈലിയാണ്. മുത്ലിഫത്തുൽ മാലി സമ്പത്തിനെ നശിപ്പിക്കും, വ മുദ്ഹിബത്തുൽ അഖ്ലി ബുദ്ധിയെ നശിപ്പിക്കും. സമ്പത്തും പണവും, സമ്പത്തും ബുദ്ധിയും രണ്ടും ഒരുപോലെ. ബുദ്ധിയും പോയി, പൈസയും പോയി. പൈസക്ക് ഒരുപാട് ചെലവടി. നമുക്ക് കള്ളുടിയെന്ന് പറഞ്ഞാൽ തമാശാക്കാൻ നല്ലതാ. എത്ര ഉറുപ്പ്യ ചെലവുണ്ട് ഈ കുടിക്കാൻ, വലിയ പൈസ ചെലവുണ്ട്. പക്ഷെ ഓൽക്കൊരു ഗുണമുണ്ടെന്നാണ്, പരസ്പരം നല്ലോണം സഹായിക്കും. ഒരാൾക്ക് കുടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ മറ്റവൻ എങ്ങനെയെങ്കിലും കൊടുക്കും. വേറൊന്നും അങ്ങനെ സഹായിക്കൂല. ഇവർക്ക് ഭയങ്കര, ഒരാൾ കുടുങ്ങി എനിക്കൊരു കുപ്പി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഉടനെ വാങ്ങിക്കൊടുക്കാൻ ആളുണ്ടാവും. ഭയങ്കര ഹെൽപ്പാണ് ആ വിഷയത്തിൽ അവർ. അപ്പം അതുകൊണ്ട് സമ്പത്തും നഷ്ടപ്പെടുന്നു, ബുദ്ധിയും പോകുന്നു. രണ്ട്. മൂന്നാമത്തേത് പറയുന്നത് സബബുൽ അദാവത്തി ബൈനൽ ഇഖ്വാനി വൽ ഇസ്തിഖാ. ചങ്ങാതിമാർക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും സംഘടനകൾ ഉണ്ടാക്കുന്നു, ശത്രുതയുണ്ടാക്കുന്നു. കുടിച്ചു കഴിഞ്ഞാൽ എത്രയെത്ര കുഴപ്പങ്ങളാണ്. തമ്മിലടി ഉണ്ടാകുന്നു, കത്തിക്കുത്തുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കുടിക്കുന്നത് വരെ നല്ല ലോക്യമാണ്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ഞതല്ലാണ്, കൂട്ടം തിരിഞ്ഞതല്ല. അതല്ല അതിന്റെ രസാണതൊക്കെ അവർക്ക്. അങ്ങനെ ശത്രുത ഉണ്ടാകുന്നു, അതിൽ കത്തിക്കുത്തും കുഴപ്പവും ഉണ്ടാക്കി മരണം വരെ സംഭവിക്കുന്നു. നാലാമത്തത് യംനഉ അൻ ദിക്രില്ലാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് അവനെ തടയുന്നു. അഞ്ചാമത്തേത് യഹ്മിലുഹു അലസ്സിനാ. വ്യഭിചാരത്തിന് പ്രേരണയാകുന്നു. കള്ളുകുടിച്ചാ വ്യഭിചാരം നടക്കും. കള്ളുകുടിയൻ വ്യഭിചാരിയായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ? കള്ളു കുടിക്കുന്ന മനുഷ്യന്മാര് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്തായാലും വീട്ടുകാരത്തിയിട്ട് വഴക്കും വെക്കാനും ഉണ്ടാവും അല്ലെ? പെണ്ണുങ്ങളേറ്റ് കുഴപ്പമില്ലാക്കൂല. കള്ളുടിയന്മാരെപ്പോഴും വീട്ടിൽ പ്രശ്നമായിരിക്കും. ഭാര്യയുടെ അടുക്കലേക്ക് കയറി ചെന്നാൽ മദ്യപിച്ച്, മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട്, ശരീരത്തിലൊക്കെ ചളിയായി വൃത്തികേടായി, ശരീരത്തിലൂടെ ഛർദ്ദിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് കാണുന്ന ഭാര്യ പൊട്ടിത്തെറിക്കുന്നു, ഭാര്യ ദേഷ്യം പിടിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കും വക്കാണുമാകുന്നു. വഴക്കും വക്കാണും തുടങ്ങിയാൽ ഇയാളെന്താ പറയാ? ചെല്ലിയടി മറിയേ തൊലാക്ക് മൂന്നും. ഓ മൂന്നും ചെല്ലി ദിക്റ് ചെല്ലും പോലെ ചെല്ലും. തൊലാക്ക് അങ്ങനെ ചെല്ലും. പിന്നെയോ ഡോസല്ലന്മാരെ ഒരുമിച്ച് കിടന്നുറങ്ങും ചെയ്യും. എന്താ സംഭവം? അതാ സിനാന്ന് പറഞ്ഞു. കള്ളുകുടിയാൻ തൊലാക്ക് ചെല്ലിയാലും തൊലാക്ക് സംഭവിക്കും. ദേഷ്യം പിടിച്ച് തൊലാക്ക് ചെല്ലിയാലും തൊലാക്ക് പോകും. കള്ളു കുടിച്ച് തൊലാക്ക് ചെല്ലിയാലും തൊലാക്ക് സംഭവിക്കും. യാതൊരു ഇളവുമില്ലതിൽ. ബുദ്ധി ഇല്ലാതെ ചെല്ലിയതാ. ബുദ്ധി കുടിക്കുമ്പോൾ ബുദ്ധി ഉണ്ടായാൽ മതി. പിന്നെ മദ്യം കഴിച്ച സമയത്ത് തൊലാക്ക് ചെല്ലിയാൽ തൊലാക്ക് സംഭവിക്കും. ദേഷ്യം പിടിച്ചുകൊണ്ട് തൊലാക്ക് ചെല്ലിയാലും തൊലാക്ക് സംഭവിക്കും. ഇങ്ങനെയാണ് പിന്നെ ബാക്കി പരിപാടിയൊക്കെ പിന്നെയാണ്. നോക്കി നിങ്ങൾ ആലോചിച്ചു. മദ്യപിച്ചു കഴിഞ്ഞാൽ ഓനെന്ത് തൊലാക്ക്, കള്ളു കുടിച്ചാക്ക് എന്ത് തൊലാക്ക്. ഭാര്യനെ തൊലാക്കിലും ഏത് മദ്യപാനി ഉണ്ടോ അവൻ ഭാര്യയെ തൊലാക്ക് ചെയ്യും. ആ ഭാര്യന്റെ കൂടെ കടന്നു ഹറാം. മരിക്കുന്നത് വരെ വന്തോഷിയാണ്, മരിക്കുമ്പോഴും വ്യഭിചാരിയാണ്, അശുദ്ധനാണ്, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്. പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി പറയുകയാണ്, മൻ സവ്വജ കരീമതഹു ലിശാരിബിൽ ഖംരി. ആരെങ്കിലും കള്ളു കുടിക്കുന്ന ആൾക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ, ഒരു കള്ളുകുടിയനിക്ക് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ, ഫഖദ് സാഖഹാ ഇലസ്സിനാ. മകളെ വ്യഭിചാരത്തിന് വേണ്ടി കൂട്ടിക്കൊടുത്തതുപോലെയാണ്. മകൾക്കൊരു പുതിയാപ്പിള വന്നു. പുതിയാപ്പിളക്ക് നല്ല സമ്പത്തുള്ളവനാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്. അത് കേട്ടാ പിന്നെ നമുക്കൊന്നും വേണ്ട. ദേശം കുടിയുണ്ട്, അത് സാരല്ല, അത് വലിയ വലിയ ആളുകളൊക്കെ കുറേശ്ശെ കുടിക്കും. അങ്ങനെ മദ്യപാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ തന്റെ മകളെ ഒരു കള്ളുകുടിയനെ കെട്ടിച്ചു കൊടുത്താൽ, ഫഖദ് സാഖഹാ ഇലസ്സിനാ. വ്യഭിചരിക്കാൻ വേണ്ടി ബാപ്പ തന്റെ മകളെ കൂട്ടിക്കൊടുത്തതിന് തുല്യമാണ്. എന്താ കാരണം? അവൻ നാളെ കള്ളു കുടിച്ച് ദേഷ്യം വന്നാൽ തൊലാക്ക് ചെല്ലും, പിന്നെ അവളുമായി ലൈംഗിക ബന്ധം നടത്തും. അത് വ്യഭിചാരമാണ്. അതുകൊണ്ട് കള്ളുകുടിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ മകളെ വ്യഭിചരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തതിന് തുല്യമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നല്ലോണം ആലോചിക്കണം. ഇന്ന് പലർക്കും പണമായാൽ മതി, പേരുണ്ടായാൽ മതി, പണമായാൽ മതി, പേരുണ്ടായാൽ മതി, എഞ്ചിനീയർ ആയാൽ മതി, ഡോക്ടർ ആയാൽ മതി. ഇത്തരം ആളുകൾ മദ്യപാനികളാണ് പലരും. അതൊന്നും ശ്രദ്ധിക്കാതെ, അവന്റെ ഇസ്ലാമികമായ ജീവിതത്തെ പറ്റി പഠിക്കാതെ പണവും പ്രതാപവും നോക്കി പോകുന്ന ആളുകളെ ദുനിയാവ് കുറഞ്ഞ കാലം മാത്രമേ ഉണ്ടാകൂ. എഞ്ചിനീയറുടെ പണം, ഡോക്ടറുടെ പണം കുറഞ്ഞ കാലത്തേക്കുള്ള ഉപയോഗം മാത്രമാണ്.
ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാലവും കിടക്കേണ്ട ലോകത്തെ പറ്റി ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് പണമല്ല പ്രധാനം, പണമുള്ളത് കൊണ്ട് സമാധാനമുണ്ടാവില്ല, പൈസ ഉള്ളത് കൊണ്ട് സുഖം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പെട്ട എത്ര ആളുകളുണ്ട് അറിയുള്ളു. മദ്യം കഴിക്കാറുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും മകളെ കെട്ടിച്ചു കൊടുത്ത് ഇപ്പൊ കണ്ണീരും കയ്യായിട്ട് കൂടെ അത്രത്തോളം ആവും നമ്മൾ കരുതിയില്ല. ഇത്രത്തോളം ആവുമെന്ന് പറഞ്ഞാൽ ഇന്നൊരു ഗ്ലാസ് കുടിച്ചോനെ നാളെ ഒരു ഗ്ലാസ് മതിയാവില്ല. സാധാരണ ഒരു ഗ്ലാസ് കുടിക്കുന്ന ആൾക്ക് പിന്നെ ഒരു ഗ്ലാസ് കുടിച്ചാൽ കറക്കണ്ടാവില്ല, 1.5 ഗ്ലാസ് വേണ്ടി വരും. പിറ്റേന്നത് 2 പിന്നെ കുറച്ച് കൂടി കഴിയുമ്പോൾ 2.5 പിന്നെ അതിലപ്പുറമായി, പിന്നെ 1 കുടിയായി, പിന്നെ അതുകൊണ്ടും നിൽക്കൂല. അപ്പൊ പിന്നെ മയക്കുമരുന്ന് കുത്തിവെക്കലായി, ഇഞ്ചക്ഷൻ ചെയ്യലായി, പിന്നെ അതുകൊണ്ടും പറ്റില്ല. സർപ്പത്തെ പാമ്പിനെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്നത് വരെ ആ ഘട്ടമെത്തും. ബോംബെയിലൊക്കെ ഉണ്ട് ഭരണിയിൽ പാമ്പിട്ട് വെക്കല്. എന്നിട്ട് മസ്തിന് വേണ്ടിയിട്ട് പോയിട്ട് നാവിട്ട് വെക്കുക. അപ്പൊ പാമ്പ് കൊത്തിയ മരിക്കൂല, ബലാലിന്റെ വർക്കത്ത് തന്നെ ജീവൻ പോകില്ല. അങ്ങനെ ഉണ്ടാവും. പാമ്പ് പിടിച്ചാലും ഒന്നും പറ്റൂല. ഈ രൂപത്തിൽ ഡോസ് ഇങ്ങനെ കൂടിക്കൂടി വരും. ആദ്യം തമാശയ്ക്ക് വേണ്ടിയുള്ള കൂടി, പിന്നെ ചെറിയൊരളവ്, പിന്നെ അത് മതിയാവില്ല. പിന്നെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ, ഭാര്യയുമായിട്ട് എന്തെങ്കിലും വഴക്കോ വക്കാണോ വന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം ഭാര്യ സംസാരിച്ചാൽ പിന്നെ അവളോട് പ്രതികാരം തീർക്കൽ എങ്ങനെ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്നോട് പോകും. മൂക്കറ്റം കുടിച്ച് ആടി പാടി വന്ന് ഉരുണ്ട് മറിഞ്ഞ് മേലൊക്കെ ചളിയാക്കി ഇങ്ങനെ വന്നിട്ട് അവളോട് പ്രതികാരം. നിനക്ക് എന്നെ കോലം വരൽ. അതുകൊണ്ട് തന്റെ മകളെ ഒരു മദ്യപാനിക്ക് കെട്ടിച്ചു കൊടുത്താൽ ശ്രദ്ധിക്കണം. വ്യഭിചാരത്തിന് വേണ്ടി വിട്ടുകൊടുത്തതുപോലെയാണെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി പറയുകയാണ്. കഴിഞ്ഞില്ല. 6ാമത്തത് പറയുന്നത് മിഫ്താഹു കുല്ലി ശരിൻ, എല്ലാ ഷർറുകളെയും തിന്മയുടെ ചാവിയാണത് ഞാൻ വിശദീകരിച്ചു. 7ാമത്തത് യുദി ഹഫലതഹു, അവന്റെ കൂടെയുള്ള മലക്കുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൂടെ ഹഫലത്തിന്റെ മലക്കുകൾ ഉണ്ടാകും. എപ്പോഴും അവന്റെ കൂടെ റഖീബ് അതീദ് എന്ന് പറയുന്ന കൂട്ടരും അവനെ സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട്. കള്ള് ഷാപ്പിലേക്ക് കയറിപ്പോകുമ്പോൾ, ബ്രാൻഡി ഷാപ്പിലേക്ക് കയറിപ്പോകുമ്പോൾ അള്ളാന്റെ മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ മലായിക്കത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. 8ാമത്തേത് അവന്റെ നഫ്സിനിക്ക് അടി നിർബന്ധമാണ്. കള്ളുകൂടിയ 40 അടി എന്ന് പറയുന്ന ദുനിയാവിലെ ശിക്ഷ. ദുനിയാവെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും ഇഷ്ടജനങ്ങളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് നാളെ പരലോകത്ത് അവരെ ശിക്ഷിക്കപ്പെടും, അടിക്കപ്പെടും പരസ്യമായി. അങ്ങനത്തെ ഒരു അടിക്കും അവൻ കാരണക്കാരനാകുന്നു. 9ാമത്തേത് റദ്ദ ബാബസമായ ലാ നഫ്സി, ആകാശത്തിന്റെ കവാടം അടക്കപ്പെടുകയാണ്. അവന്റെ ഒരൊറ്റ ഇബാദത്തും ആകാശ ലോകത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. 10ാമത്തേത് ഏത് സമയത്തും ഈമാൻ ഉയർത്തപ്പെട്ട നിലയിൽ അവൻ മരിച്ചേക്കാം. മരണത്തെ ഭയപ്പെടണം. ഈ 10 കാര്യങ്ങൾ അതിന്റെ കൂടെ ഞാൻ പറയുകയാണ്. മദ്യം കഴിക്കുന്ന വ്യക്തി നിങ്ങൾ ആലോചിക്കണം, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ്. കാരണം എൻ്റെ മകൻ മദ്യപാനിയാണെന്നറിയുമ്പോൾ ഒരു ഉപ്പാന്റെ മനസ്സിന്റെ വേദന ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ ലാളിച്ചോമനിച്ച് വളർത്തുകയാണ്. ആ മക്കളെങ്ങാനും കള്ളുകുടിയനാണെന്ന് കേൾക്കുമ്പോൾ ഒരു പിതാവിന്റെ മനസ്സിന്റെ ഉരുക്കം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് നാളെ പരലോകത്ത് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? ഞാൻ പ്രസവിച്ചു മുലപ്പാല് കൊടുത്ത് താരാട്ട് പാടി ഉറക്കിയ കുട്ടി കള്ളുകുടിയനാണെന്ന് കേൾക്കുമ്പോൾ ആ പ്രസവിച്ച മാതാവിന്റെ നൊമ്പരം അതിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? വളരെ പ്രതീക്ഷയോടുകൂടെ വലതുകാല് വെച്ച് തന്റെ ഭർത്താവെന്ന് കരുതി ജീവന് തുല്യം സ്നേഹിച്ച് കടന്നു വന്ന ഭാര്യ തന്റെ ഭർത്താവ് കള്ളുകുടിയനാണെന്നറിയുമ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിന്റെ തകർച്ച, അവളുടെ കൽബിന്റെ വേദന ഇതിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? അതുപോലെ നിന്റെ ഉപ്പ ഒരു കള്ളുകുടിയനാണ് എന്നാ കുട്ടികൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടികളുടെ ഇളം മനസ്സിന്റെ പൂമ്പാറ്റയുടെ ചിറക് പോലെ മൃദുലമായ മനസ്സിന്റെ വേദന, ആ വേദനക്ക് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്? അതിലേറെ ഉപരിയായിട്ട് അള്ളാന്റെ റസൂൽ റൗള ശരീഫിൽ വേദനിക്കുന്നു, മുസ്ലിം സമുദായം വേദനിക്കുന്നു. ഇങ്ങനെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു, ഉപ്പമാരെ വേദനിപ്പിക്കുന്നു, ഭാര്യമാരെ വേദനിപ്പിക്കുന്നു, മക്കളെ സങ്കടപ്പെടുത്തുന്നു, ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായത്തെ മുഴുവനും വേദനിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഈ കള്ള് നിങ്ങൾക്ക് എന്താണ് പകരം തരുന്നത് എന്നാലോചിച്ചു. ഇതെല്ലാം ഉണ്ട്. ഇത്രയും ദൂഷ്യമുള്ള മദ്യം നിനക്ക് എന്താ തരുന്നത്? സമാധാനം. ആഹാ, കള്ള് കുടിച്ചിട്ട് ആർക്കാ സമാധാനം കിട്ടിയ?
മദ്യം കഴിച്ചിട്ട് ഏത് മനുഷ്യനാ സമാധാനം കിട്ടിയത്? സമാധാനത്തിന്റെ വഴി അല്ലാഹ് പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ട് ഹൃദയത്തിന് ശാന്തി കിട്ടും. അള്ളാനെ മറപ്പിക്കുന്ന കള്ള് കുടിച്ചാലാ ശാന്തിട്ട്? അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ, ജനങ്ങൾ ചെയ്യുന്നതോ അള്ളാനെ മറപ്പിക്കുന്ന കള്ള് കുടിച്ച് സമാധാനം ഉണ്ടാക്കാൻ. ഇതെങ്ങനെ യോജിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരങ്ങളെ, വളരെയേറെ ഭയപ്പെടേണ്ട ഒരു വ്യാപകമായി വളർന്നു വരുന്നൊരു മുസീബത്താണിത്. ഇത് പരിഹരിക്കാനുള്ള മാർഗം എന്താ? ഇതിന്റെ സാഹചര്യങ്ങൾ പഠിക്കണം. ഇതിന്റെ സാഹചര്യങ്ങൾ പഠിച്ച് തിരുത്തുക എന്നുള്ളത് മാത്രമാണ്. സാഹചര്യങ്ങൾ എന്താ? മിക്ക ആളുകളും മദ്യപാനികളാകുന്നത് കൂട്ടുകെട്ടിലൂടെ. ഒരാൾ ഒറ്റക്കിരുന്ന് മദ്യപാനിയാവാൻ സാധ്യത കുറവാണ്, അല്ലേ? മദ്യപാനികളാകുന്നത് കൂട്ടുകെട്ടാണ്. സമ്പത്തുള്ള ആളുകൾ, പക്വതയില്ലാത്ത പണം കയ്യിലുള്ളവർ, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാര്, ഗൾഫിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക അവരെ കയ്യിൽ ശമ്പളമായി കിട്ടിയത്, മാസം മാസം 50,000 60,000 കിട്ടിയ ശമ്പളം, ഇഷ്ടം പോലെ പണമുണ്ട്, ചെറിയ പ്രായം, ചെലവഴിക്കാൻ വഴിയില്ല, പക്വതയുമില്ല, അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടർ. സിനിമയിലും കായിക രംഗത്തും സിനിമാ താരങ്ങളും മദ്യക്കുപ്പിയുമായി വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിക്കുന്ന ആളുകൾ, മദ്യത്തിലേക്ക് പ്രചോദനം, പ്രോത്സാഹനം, ഇതെല്ലാം ഒത്തുവരുമ്പോൾ കമ്പനിയിൽ മദ്യപാനം നടക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ ഇളം മക്കളും പോയി ചേർന്നാൽ അവരെയും പ്രോത്സാഹിപ്പിക്കും. മോനെ, ഇതൊന്നും കുടിക്കാത്തവരാരുമില്ല, ഇത് എല്ലായിടത്തും ഉണ്ട്, ഒന്ന് കഴിച്ചില്ല ഒന്നും സംഭവിക്കൂല, നീ ഞങ്ങൾ കുടിക്കണം, നീ ബീർ കുടിച്ചാൽ മതി, ഐ ഡോസ് കുറവാ, ബീർ കുടിച്ചാൽ മതി, മോനെ ബീർ കൊടുക്കും, മറ്റോലും മറ്റും. അത് 4 ദിവസത്ത് കുടിക്കുമ്പോൾ പറയും ബീറൊരു സുഖം പോരാ, ഇത് പയ്യൻസിൻ്റെ ആണ്. അങ്ങോട്ട് ഈ രൂപത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു സാഹചര്യം അതാണ് കൂട്ടുകെട്ട്. അൽമർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ സ്നേഹിതന്റെ മതത്തിലാണ്. ഇവനെപ്പറ്റി മനസ്സിലാവാൻ അവന്റെ സ്നേഹിതനെ നോക്കിയാൽ മതി. ബാപ്പ പറയും, ആ സ്നേഹിതന്മാരൊക്കെ കുടിയന്മാരാ, പക്ഷെ എൻ്റെ കുട്ടി നല്ല കുട്ടിയാ. പോയത്തക്കാരൻ, നിന്റെ കുട്ടി നല്ല കുട്ടിയാണെങ്കിൽ കള്ളുകുടിയന്മാരെ കൂടെ സഹവസിക്കാൻ കഴിയില്ല. പലരും ധാരണ അതാ, നിങ്ങളെ മോനെന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഓന്റെ കൂട്ടുകെട്ട് മോശം. അതെനിക്കും അറിയാം, കൂട്ടുകെട്ടെല്ലാം മോശം, അവരൊക്കെ പഹയന്മാരാ, പക്ഷെ എൻ്റെ കുട്ടി ഇതുവരെ കുടിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം അതാണ്. രണ്ടാമത്തൊരു സാഹചര്യം, കുടുംബനാഥൻ, ഉമ്മയും ബാപ്പയും മക്കളിൽ നിന്ന് അകലലാണ്. ചില കുടുംബത്തിൽ അങ്ങനെയാണ്. മക്കൾ ലേശം വലുതായി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും ബാപ്പയിട്ടൊരു ബന്ധമില്ല. മക്കൾക്ക് ഓല റൂട്ട്, ഓല് വരിക, ഓഫീസ് റൂം കിടക്കുക, TV കമ്പ്യൂട്ടർ ഓഫീസ് റൂം കൊണ്ടുവച്ചു കൊടുക്കും. എന്നാൽ ഓൾക്ക് സൗകര്യമുള്ളത് കാണുക, ഉറങ്ങുക. സൗകര്യമുള്ള ആളുകളുമായി റൂമിൽ വന്ന് വർത്താനം പറയാ. ഉമ്മയും ബാപ്പയും തമ്മിൽ, മക്കളും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം സംസാരിച്ച് ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ മാതാപിതാക്കൾക്കില്ല. ഓൽക്കോല സ്വന്തം കാര്യം. മക്കളെങ്ങാനും അടുത്തേക്ക് വന്ന പോയിരുന്ന് വായിച്ചോ, എന്താ വായിക്കാനൊന്നുമില്ലേ, കുട്ടികളെ പറഞ്ഞയച്ചു, അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല. മാതാപിതാക്കൾ മക്കളെ അകറ്റുന്നു. കുട്ടികൾ അല്പം മുതിർന്നു കഴിഞ്ഞാൽ അവരുമായി ആശയവിനിമയം നടത്താൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അവരെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇവർക്ക് സമയമില്ല. ചില ആളുകൾ ഗൾഫിലാണ്, ലക്ഷ്യബോധമില്ലാതെ മക്കൾ ഇവിടെ വളരുകയാണ്. ഉമ്മയും ബാപ്പയും ഉണ്ടായിട്ട് യതീമിനെ പോലെ വളരേണ്ടി വരുന്ന തലമുറ. അവരെ നോക്കാൻ ആരുമില്ല. ഉള്ള ആളുകൾ തന്നെ മക്കളെ അകൽച്ചയിലേക്ക് നയിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ, ഒരുമിച്ച് സംഭാഷണം നടത്താനോ, തമാശ പറയാനോ ടൈമില്ല. ഉമ്മ ബാപ്പ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ നല്ല ഒരു കൂട്ടുകാരും കൂടിയാവണം. മക്കളുടെ ഒരു നല്ല ചങ്ങാതിയും കൂടി, ഒരു സുഹൃത്തും കൂടി ആവാൻ ഒരു ബാപ്പാക്ക് കഴിയണം. അപ്പൊ ചിലരെന്താ പറയോ, അങ്ങനെ ആകുമ്പോൾ മക്കളെ നമ്മളെ വില വെക്കൂല, തലേ കയറി കളയും, വെറുതെ പറയും. പോയത്താണ്. സ്നേഹിക്കുന്നത് കൊണ്ട് മക്കൾ തലേ കയറൂല. മക്കൾക്ക് 10-15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. അവർ നമ്മളെ കൂടെ ഇരുത്തി അവരുമായി സംഭാഷണം നടത്തി വീട്ടിലൊരു നല്ല കൂട്ടുകെട്ട്, ഒരു നല്ല ബന്ധം, ഉമ്മയും ബാപ്പയുമായുള്ള സൗഹൃദം, ചങ്ങാതിമാരെ പോലെ, സുഹൃത്തുക്കളെ പോലെ, അതോടൊപ്പം തന്നെ രക്ഷിതാവായി ഒക്കെ ബാപ്പാക്ക് മാറാൻ കഴിയണം. എന്നാ പിന്നെ കുട്ടികൾ പുറം ലോകം തേടി പോകില്ല. ചില കുട്ടികൾ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കേയില്ല. എപ്പോൾ നോക്കിയാലും കുട്ടി പുറത്താണ്. എന്താ കാരണം? വീട്ടിൻ്റെ ഉള്ളിൽ അവൻ ആകർഷിക്കുന്ന, അവനെ മനസ്സിലാക്കുന്ന ആരുമില്ല. അതാ കാരണം. അപ്പൊ ചില ആളുകൾ രക്ഷിതാക്കളതിന് കാരണക്കാരാണ്. മൂന്നാമത്തൊരു കാരണം, കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകൾ കാണുമ്പോൾ അത് തിരുത്തൂല. എന്താ കാരണം? പലർക്കും അങ്ങനെ ഉണ്ട്. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ, ചില ജില്ലകളിലൊക്കെ വലിയ മദ്യപാനികൾ വർദ്ധിച്ചു. ഓണത്തിന് ഇത്ര കുടിച്ചു, വിഷുവിന് ഇത്ര കുടിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? അവിടുത്തെ കഥ താരങ്ങൾ ഇപ്പൊ മണല് വാരുന്ന പണിയുണ്ട്. രാവിലെ സുബൈന്റെ ശേഷം സുബൈക്കരിച്ച് വരേണ്ട നിൽക്കാരവിടെ. രാവിലെ സുബൈക്ക് മണല് വാരാൻ പോയാൽ 9 മണി 10 മണിയാവുമ്പോഴേക്ക് 1000 ഉറുപ്പിക 1500 ഉറുപ്പ്യന്റെ പണിയെടുക്കും. 1000 ഉറുപ്പിക 1500 ഉറുപ്പ്യന്റെ പണിയെടുത്ത്. മുമ്പൊക്കെ കുറച്ച് പൈസ കൂടുതൽ കിട്ടിയ ഹോട്ടലിൽ കയറിയിട്ട് ഇറച്ചും പൊറോട്ടയും ബിരിയാണിയൊക്കെ തിന്നിട്ടാണ് തീർക്കല.
ഇപ്പോൾ ഈ 1000-1200 കിട്ടിയാൽ ഇറച്ചി തിന്നാലും ബിരിയാണി തിന്നാലും ഒന്നും തിരൂല ഈ പൈസ. അപ്പോൾ തോന്നും നമ്മൾ അവിടെ പോയി വെക്കുക, ഇവിടെ പോയി വെക്കുക, നമുക്ക് വെറുതെ അവിടെ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുറേശ്ശെ കുടിച്ച് പിന്നെ പൈസ 1000 കിട്ടിയാലും 1500 കിട്ടിയാലും 2000 കിട്ടിയാലും കിടക്കാം. അങ്ങനെയാണ് തീരപ്രദേശങ്ങളിൽ പുഴവക്കത്ത് മണൽ വാരി ഇഷ്ടം പോലെ പണം കിട്ടി കൂട്ടുകെട്ട് റെഡിയായി. അങ്ങനെ വന്നപ്പോ നല്ലൊരു ശതമാനം. മാത്രമല്ല ഇവർ ആദ്യം മദ്യപാനികളല്ല. ആദ്യം വാപ്പ പണിക്കോയ എത്ര കിട്ടുക? 100 റുപ്യ അല്ലെങ്കിൽ 150 റുപ്യ. മൂപ്പർക്ക് പെയിന്റിങ്ങിന്റെ പണിയാണ് ഉപ്പാക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂലിപ്പണിയാണ്. ഉപ്പാക്ക് എത്ര കിട്ടുന്നത് ദിവസം? 150 റുപ്യ 200 റുപ്യ. മകനോ? മകൻ മണൽ വാരാൻ പോയി 1500. 10 കിലോ അരി 5 കിലോ അരി മാത്രമാണ് വീട്ടിലേക്ക് കൊണ്ടുവരാറുള്ളത്. മകൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അരിന്റെ ചാക്ക് കൊണ്ടുവന്നു, അയക്കൂറ കൊണ്ടുവരാൻ തുടങ്ങി, ആട്ടിറച്ചി കൊണ്ടുവരാൻ തുടങ്ങി. പെരക്കാർക്ക് സന്തോഷമായി, ഉമ്മാക്ക് റാഹത്തായി. നല്ല ഉപ്പുള്ള കാലത്ത് ഒരു ചാക്കരി ഒന്നിച്ച് വാങ്ങിയിട്ടില്ല. അപ്പൊ മകൻ അധ്വാനിക്കാൻ പോകാൻ തുടങ്ങിയപ്പോ അങ്ങനെ ഉപ്പാക്ക് കേൾക്കുന്നു, നിങ്ങളെ മോനെ ശ്രദ്ധിക്കണേ, എന്താ മോനെ കൂട്ടുകെട്ട് മോശമാണ്, ആ കുടിയന്മാരെ കൂടെ നടക്കുന്നുണ്ട്. ഉപ്പ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, മോനെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് മനസ്സ് പതറിപ്പോയാ മോനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. നീ കാണുന്നില്ല ഓരോരുത്തർ കുടിച്ച് കൂത്താടി നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനും പ്രയോജനമില്ലാതെ. ഉപ്പ എന്താ പറയുന്നത്? ഞാൻ അങ്ങനെ ആയിപ്പോ. അല്ല, എന്റെ മോൻ അങ്ങനെ ആവൂല. അപ്പൊ അമ്മ പറയാം, നിങ്ങൾ ആജാതി വേണ്ടാത്തൊന്നും കുട്ടീനോട് പറയണ്ട. ഉമ്മാന്റെ മനസ്സിലെന്താ? അരി ചാക്ക് കണക്കിന് കൊണ്ടുവരുന്നുണ്ട്, മീൻ ധാരാളം കൊണ്ടുവരുന്നുണ്ട്, പൈസ കൊണ്ടുവരുന്നുണ്ട്. ഉപ്പ ഒന്ന് ഉപദേശിക്കാൻ നോക്കുമ്പോഴേക്കും ഉമ്മ ഇടപെട്ടിട്ട് പറയും, നിങ്ങളെന്ന് പറയും, നിങ്ങൾ കുട്ടികളെ വെറുതെ ചീത്ത അല്ലേ? ചില പെണ്ണുങ്ങൾക്കുണ്ട് അങ്ങനെ സ്വഭാവം. കുട്ടികളുടെ പോരായ്മ കണ്ട് വാപ്പയൊന്ന് ഉപദേശിക്കാൻ നോക്കുമ്പോൾ ബാപ്പാന്റെ കഴുത്ത് കയറിയ പെണ്ണുങ്ങൾ ഉമ്മമാർ. അപ്പൊ കുട്ടിക്ക് ധൈര്യ, ഉപ്പ ചീത്ത പറഞ്ഞാലും ഉമ്മ ഉണ്ടല്ലോ നമ്മളെ കൂടെ. ഉപ്പ വാതിൽ തുറന്നു തരൂല എന്ന് പറഞ്ഞാലും അടുക്കളന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ ഉമ്മ ഉണ്ട്. ആ ധൈര്യത്തിൽ പിന്നെ ഓൻ കുടിയുണ്ട്. കുടിയനാന്ന് പറഞ്ഞാലും ബാപ്പ ഉപദേശിക്കും. ഉമ്മ പറയും, നിങ്ങൾ ഓനെ പണക്കണ്ട, ഓനോട് ഓരോന്ന് പറഞ്ഞിട്ട് ഓൻ ഏതെങ്കിലും പോയി കളഞ്ഞാലോ. ഇവര് കാണുന്ന ഈ സാമ്പത്തിക ലാഭം ഇവരല്ലാത്തോണ്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുപ്പി അരയെ വെച്ച് കൊണ്ടുവന്ന് ഓഫീസ് റൂമിൽ നിന്ന് കുടിയണം. പിന്നെ ഓനും ചങ്ങായിമാരും ഒന്നിച്ചിരുന്ന് ഓഫീസിൽ നിന്ന് കുടിയണം. ഉമ്മാക്കൊന്നും പറയാൻ പറ്റൂല. ഉമ്മ സോഡാ കുപ്പി കൊണ്ടേ കൊടുക്കും, ഉമ്മ ഗ്ലാസ് കൊണ്ടേ കൊടുക്കും, കുടിക്കട്ടെ, ഐസ് കൊണ്ടേ കൊടുക്കും, പിടിച്ചു നിർത്ത്. എന്താ കാരണം? ചെലവ് നടത്തുന്നത് പോനാണ്. അത് വെറുതെ പറയല്ല, അങ്ങനെ ഒരു സാഹചര്യം. കുട്ടികളുടെ പോരായ്മ രക്ഷിതാക്കൾ കണ്ട് തിരുത്താതിരിക്കുക, ഉമ്മയും ബാപ്പയും തന്നെ മക്കളെ കാര്യത്തിൽ എതിരാവുക, അതൊരു കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ മനപ്പൊരുത്തമില്ലായ്മ. എപ്പോ നോക്കിയാലും കുടുംബത്തിൽ ഉമ്മയും ബാപ്പയും തമ്മിൽ കടിച്ചു കീറുകയാണ്. ഉമ്മാനെ കുറ്റപ്പെടുന്ന ഉപ്പ, ഉപ്പാനെ കുറ്റപ്പെടുന്ന ഉമ്മ, രണ്ടാളും തമ്മിൽ കുഴപ്പങ്ങളാണ്. സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം. മാതാപിതാക്കൾ തമ്മിൽ നിസാര പ്രശ്നത്തിന് വഴക്കും വക്കാണമുണ്ടാക്കുന്ന രക്ഷിതാക്കള്, മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കള് ശ്രദ്ധിക്കണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ വഴക്കും വക്കാണവും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മക്കളുടെ സമാധാനം നഷ്ടപ്പെടും. മക്കളുടെ സമാധാനം നഷ്ടപ്പെട്ടാൽ വീടുമായിട്ട് അവർ അകലും. വീടുമായിട്ട് അകന്നിങ്ങനെ നിരാശരായി എന്റെ ഉമ്മയെപ്പറ്റി ഓർക്കണെപ്പോഴും ഉപ്പാനെ കുറ്റപ്പെടുത്തുന്ന ഉമ്മ, അല്ലെങ്കിൽ ഉമ്മാനെ തല്ലുന്ന ഉപ്പ, ഇത് രണ്ടും ആലോചിച്ചുകൊണ്ട് മക്കളുടെ മനസ്സ് വല്ലാതെ നൂറുമ്പോൾ ഇത്തരം ആളുകൾ വളഞ്ഞു വരും. എന്താണോ നിനക്കൊരു ദുഃഖം? നീ ഞങ്ങളെ കൂടെ ടൂർ പോവാ, ഞങ്ങൾ മൈസൂർ പോകുന്നുണ്ട്, എന്റെ കയ്യിൽ കാശൊക്കെ ഞങ്ങൾ എടുക്കാം, കൊണ്ടുപോയി ടൂർ പോയി എല്ലാം കൂടി പോയി. ആ സൗഹൃദ വലയത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം ആ സൗഹൃദം കുടുംബത്തിൽ നിന്ന് കിട്ടിയില്ല. കുടുംബത്തിൽ എന്താ നടക്കുന്നത്? മാതാപിതാക്കൾ തമ്മിലുള്ള നിസാര പ്രശ്നത്തിന് വഴക്കും വക്കാണ്. അത് കാണുമ്പോൾ കുട്ടികൾ ആ കുടുംബമായിട്ട് അകലും. മറ്റൊരു കാരണം, മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ തമ്മാടിയാവുക. ഉപ്പ കള്ളുകുടിയനാണ്, മക്കള് പിന്നെ എപ്പോ കുടിച്ചു എന്ന് ചോദിച്ചാൽ മതി. ഉപ്പ മോശമാണ് അല്ലെങ്കിൽ ഉമ്മ മോശമാണ്. ഉമ്മാനെപ്പറ്റി നാട്ടിൽ പരാതികളാണ്, ഉമ്മയെപ്പറ്റി പരാതികളാണ്, നല്ല അഭിപ്രായം നാട്ടുകാർക്കില്ല. അങ്ങനെ വരുമ്പോൾ ചെറിയ മക്കളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. ഉമ്മയാണ്, ഉമ്മാനോടെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മാനെ പറ്റി പലതും പറഞ്ഞു കേൾക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മാനസികമായി അകന്നുപോയ കുട്ടികൾ എത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള കൂട്ടുകമ്പനികളിലാണ്, മദ്യക്കമ്പനികളിലാണ്. അങ്ങനെയാണ് നശിക്കുന്നത്. അതല്ലെങ്കിൽ കുടുംബനാഥൻ ഉപ്പ മോശപ്പെട്ടവനായാൽ, തിന്മകളുടെ വാക്താവായി മാറിയാൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണമായി കുടുംബവുമായി അകലും. അതല്ലെങ്കിൽ കള്ളുകുടിച്ചു വന്നിട്ട് സ്വന്തം മാതാവിനെ തല്ലുന്നത് കാണുമ്പോൾ മക്കളുടെ മുമ്പിലിട്ട് ഉമ്മാൻ അടിക്കുന്നു, ഉമ്മങ്ങോട്ട് ചീത്ത പറയുന്നു. ഈ കലഹം കാണുന്ന മക്കൾ ആദ്യം വെറുക്കുന്നതാരെ? ഏറ്റവും സ്നേഹിക്കേണ്ട അമ്മാനും ബാപ്പാനും വെറുക്കും. രണ്ടും ഒരു ജാതിയായിപ്പോയി അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട മാതാപിതാക്കളെ വെറുക്കുമ്പോൾ അവരുമായി അകന്നു. അവരുമായി അകലുമ്പോൾ പിന്നെ എത്തിപ്പെടുന്നതും ഇങ്ങനെയുള്ള കമ്പനിയിലാണ്. ഇതൊക്കെ കുടുംബത്തിൽ ശ്രദ്ധിക്കണം.
പിന്നെ അത്തരം ആളുകളെ വയലുകൊണ്ട് മാത്രം നന്നാക്കാൻ കഴിയില്ല. കാരണം ഇത്തരം സദസ്സിലൊന്നും ഓലുണ്ടാവില്ല. ഓർപ്പാ, ഈ ഭാഗത്തേക്കേ അവർ വരില്ല. വയല് മദ്യപാനത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും പര്യാപ്തമാവാൻ സാധ്യതയല്ല. വളരെ അപൂർവം ആരെങ്കിലൊക്കെ വന്നിരുന്ന് കേട്ടെങ്കിലും. പിന്നെ എന്തേ വഴിയുള്ളൂ? കള്ളുകുടിയനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് അവന്റെ കൂടെ നടന്ന് ഉപദേശിച്ച് 4 അടിയുടെ ഉള്ളിൽ നിന്ന് ഉപദേശിച്ച് അവനെ മാറ്റിയെടുക്കണം. അത് മാത്രമേ വഴിയുള്ളൂ. അവന്റെ കൂടെ നടന്ന് അവന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സാമ്പത്തിക ബാധ്യത ഓനുണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്കാം. ഈ കാര്യം കടണ്ട് അത് തീർക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട്. അങ്ങനെ അടുത്തുകൂടി അവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അല്പാൽപമായി അവന്റെ മനസ്സിനെ മാറ്റിക്കൊണ്ടെന്നെങ്കിൽ മാത്രമേ ഈ മദ്യം എന്ന് പറയുന്ന വലിയ വിപത്തിൽ നിന്ന് അവനെ കൊണ്ടുവരാൻ പറ്റും. അല്ല പള്ളിയിലെ ഉസ്താദിനോട് നിങ്ങൾ നല്ലോണം വയലറിയണം, അവിടെ കുറേ കുടിയന്മാരുണ്ട്, ഉസ്താദ് വെള്ളിയാഴ്ചയാണ് നിന്നിട്ട് നല്ലോണം ചീത്ത പറഞ്ഞു, അങ്ങനെ ആക്കണം. ആ പിറ്റേന്ന് എന്ത് ചെയ്യും? ആഹാ, അയാൾ ആരാപ്പാ, മൂപ്പരെ മുമ്പൊന്ന് കുടിക്കണം, നമുക്ക് പിറ്റേന്ന് പള്ളിയിൽ മുമ്പിലൊന്ന് കുടിക്കണം. കുപ്പിയാണെങ്കിൽ പള്ളിയുടെ നമുക്ക് അറിയുകയും ചെയ്യും. ഈ വാശിയാണ്ടാകുക അതുള്ള ആ മദ്യത്തിന്റെ സ്വഭാവം അതാണല്ലോ. അതങ്ങൊഴിവാക്കിയിട്ട് ഓൻ്റെ തോളിൽ കഴിവെച്ച് അവൻ്റെ കൂടെ നടന്ന് സതുപദേശം നടത്തി സ്നേഹത്തോടു കൂടെ ഉപദേശിക്കല്ലാത്തൊരു വഴിയില്ല. പരസ്യ വിമർശനം കൊണ്ടും ആക്ഷേപം കൊണ്ടും കാര്യം കിട്ടൂല. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹാവിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ സമുദായത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പോവാണെന്ന് വെള്ളിയാഴ്ച